في ذلك لآيات لقوم يتفكرون. ഏറെ പ്രിയം നിറഞ്ഞ KNM, ISM, MSM, MGM സ്റ്റുഡൻസ് വിംഗ് പ്രതിനിധികളെ, സഹോദരി സഹോദരന്മാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ്, വളരെ സന്തോഷമുള്ള ഒരു സദസ്സിലാണ് നമ്മൾ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. അനുഗ്രഹീതമായ ഒരു സദസ്സ്. നമ്മുടെ ആയുസ്സിന്റെ വളരെ ഒരു ചുരുങ്ങിയ സമയം മാത്രമാണ് നമ്മൾ ഈ ഒരു വേദിയിൽ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. ഈ ഒരു ഇരുത്തം നാളെ കർമ്മങ്ങളുടെ തുലാസിൽ കനം തൂങ്ങുന്ന സ്വാലിഹായ അമലായിട്ട് അല്ലാഹു തആല സ്വീകരിക്കുമാറാകട്ടെ. നമ്മുടെ നിയ്യത്ത് നന്നാക്കുക, ആ ഒരു രീതിയിൽ നമ്മൾ ഇരിക്കുക. ഇൻഷാ അല്ലാഹ് അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. പവിത്രമാണ് കുടുംബം, പരിശുദ്ധമാണ് ബന്ധങ്ങൾ എന്ന പ്രമേയത്തെ ആസ്പദമാക്കി കേരളത്തിൽ അങ്ങോളം നടത്തി വരുന്ന ഒരു കുടുംബ മീറ്റിലാണ്, തിരൂര് ഇന്ന് നടക്കുന്ന കുടുംബ മീറ്റിലാണ് നമ്മളുള്ളത്. ഇതിൽ എന്നോട് സ്പെഷ്യലായിട്ട് പറയാൻ പറഞ്ഞിട്ടുള്ളൊരു വിഷയം ഇസ്ലാമിക കുടുംബം ശാന്തിയുടെ ഭവനം എന്നുള്ളതാണ്. നമുക്കറിയാം, നമ്മുടെയൊക്കെ ജീവിതത്തില് സമാധാനം ആഗ്രഹിക്കുന്ന ആളുകളാണ് നമ്മൾ. സമാധാനത്തിന് വേണ്ടി നെട്ടോട്ടമോടുന്നവർ. ഉറങ്ങുന്ന സമയത്ത് നമുക്ക് സമാധാനത്തോടു കൂടി ഒന്ന് കിടന്നുറങ്ങാൻ സാധിക്കേണ്ടതുണ്ട്. വീട്ടിലേക്ക് വരുന്ന സമയത്ത് സമാധാനം വേണം. വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന സമയത്ത് നമുക്ക് സമാധാനം വേണ്ടതുണ്ട്. ഇതില്ല എന്നുണ്ടെങ്കിൽ പോകുന്ന സമയത്ത് പോലും നമ്മൾ നമ്മുടെ സമൂഹത്തിലേക്ക് ഇറങ്ങുന്ന സമയത്ത് അല്ലെങ്കിൽ ജോലി സ്ഥലങ്ങളിൽ പോകുന്ന സമയത്തൊക്കെ വീട്ടിലൊരു സമാധാനം ഇല്ലാന്നുണ്ടെങ്കിൽ ഇതിന്റെ പ്രതിഫലനം നമുക്ക് നമ്മൾ ഇടപഴകുന്ന ബന്ധങ്ങളിലൊക്കെ അതിന്റെ ഒരു റിസൾട്ട് നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ വീട്ടിൽ സമാധാനത്തോടു കൂടി നമുക്ക് ഇറങ്ങിപ്പോകാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെതായിട്ടുള്ള ഒരു മാധുര്യം ബാക്കിയുള്ള ബന്ധങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും. ഒരു സ്ഥാപനം നന്നായിട്ട് വർക്കൗട്ട് ചെയ്ത് പോകണം എന്നുണ്ടെങ്കിലും അതിലുള്ള എംപ്ലോയീസ്, അതിലുള്ള സഹപ്രവർത്തകര് അവരുടേതായിട്ടുള്ള ബാധ്യതകൾ നിർവഹിക്കുക, ഉത്തരവാദിത്തങ്ങൾ ആ ഒരു കറക്റ്റിൽ നിർവഹിച്ചു പോവുക, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഡീലിംഗ് നന്നാവുക എന്നുള്ളത് ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു വിജയകരമായിട്ടുള്ള ഒരു സംരംഭം നടന്നു പോകണം എന്നുണ്ടെങ്കിൽ ആവശ്യമാണ്. അവിടെ വിജയം ഉണ്ടാവുള്ളൂ. ഇതേപോലെ തന്നെ നമ്മുടെയൊക്കെ വീട്ടിലുള്ള മെമ്പേഴ്സാണ് നമ്മൾ, അംഗങ്ങളാണ് നമ്മൾ. നമ്മളെ പുറയിലുള്ള സമാധാനം, നമ്മുടെ കുടുംബത്തിലുള്ള സമാധാനം പുറത്തുനിന്ന് ഒരാൾ കൊണ്ടു തരേണ്ട ഒരു കാര്യമല്ല. നമ്മളാകുന്ന ഓരോരുത്തരും ബോധപൂർവം നമ്മളുടെ ഉത്തരവാദിത്തങ്ങളും നമ്മുടെ ബാധ്യതകളും മനോഹരമായിട്ട് തമ്മിലുള്ള ബന്ധങ്ങൾ നന്നാകുന്ന സമയത്ത് മനോഹരമായി ചേർത്ത് പിടിക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ അത് ഈ ലോകത്തും പരലോകത്തും സമാധാനമുള്ള വിജയകരമായിട്ടുള്ള ഒരു ബന്ധമായിട്ട്, ഒരു കുടുംബമായിട്ട് നമുക്ക് പോകാൻ സാധിക്കും എന്നുള്ളതാണ്. ഇപ്പോ നമ്മൾ സാധാരണ ഒരു തമാശയായിട്ട് പറയാറുണ്ട്, ദുനിയാവിന് എനിക്ക് ഓളെ കിട്ടി അല്ലെങ്കിൽ അവനെ കിട്ടി, ഇനി പരലോകത്തെങ്കിലും നല്ലതിനെ കിട്ടണേ എന്നുള്ളത്. പക്ഷേ ഒരു മുസ്ലിമത്തിന്റെ അല്ലെങ്കിൽ ഒരു മുസ്ലിമിന്റെ കുടുംബം എന്ന് പറയുന്നത് നമ്മുടെയൊക്കെ വീട്ടില് എനിക്ക് ഈ ലോകത്ത് ഇവളെ കിട്ടിയതുപോലെ, ഇവനെ കിട്ടിയതുപോലെ, അല്ലെങ്കിൽ എൻ്റെ മക്കളോടൊപ്പം കുടുംബസമേതം എനിക്ക് ഇതേപോലെ സ്വർഗത്തിൽ പോകണം, ഈ ഒരു ഫീലിംഗ്, ഇങ്ങനെ ഒരു പ്രാർത്ഥന കുടുംബത്തിലൊരു അംഗം പ്രാർത്ഥിക്കണം എന്നുണ്ടെങ്കിൽ അവർക്ക് ആ ഒരു രീതിയിലുള്ള അനുഭവങ്ങൾ നമ്മൾ സമ്മാനിക്കേണ്ടതുണ്ട്. അപ്പൊ നമ്മുടെ ഈ ഒരു സമാധാനപൂർണമായിട്ടുള്ളൊരു ജീവിതം എന്ന് പറയുന്നത് ഈ ലോകത്തും പരലോകത്തും വിജയം നൽകുന്ന ഒന്നാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവതരിക്കപ്പെട്ടിട്ടുള്ളത് ബഷീറും നദീറുമായിട്ടാണ്. അതായത് സന്തോഷ വാർത്ത അറിയിക്കുന്നവനും അതേപോലെ തന്നെ താക്കീത് നൽകുന്നവനുമായിട്ട്. നമുക്ക് വിശുദ്ധ ഖുർആൻ എടുത്തു നോക്കുകയാണെങ്കിലും തിരുസുന്നത്ത് എടുത്തു നോക്കുകയാണെങ്കിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കും ഒരുപാട് ബുഷ്റകൾ, ഒരുപാട് സന്തോഷ വാർത്തകൾ, അതേപോലെ തന്നെ ഒരുപാട് ഇൻദാറുകൾ, താക്കീതുകൾ, ശ്രദ്ധിക്കാൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ. ഇപ്പൊ കുടുംബ സംവിധാനത്തെ കുറിച്ചിട്ട് പറഞ്ഞിട്ടുള്ള ഒരു ആയത്താണ് യാ അയ്യുഹല്ലദീന ആമനൂ ഖൂ അൻഫുസകും വഅഹ്ലീകും നാറ വഖൂദുഹ അന്നാസു വൽ ഹിജാറ അലൈഹാ മലായികത്തുൻ ഇലാദുൻ ശിദാദുൻ ലാ യഅ്സൂനല്ലാഹ മാ അമറഹും വയഫ്അലൂന മാ യുഅ്മറൂൻ. നിങ്ങൾ നിങ്ങളുടെ നഫ്സിനെയും നിങ്ങളുടെ സ്വന്തത്തെയും നിങ്ങളുടെ കുടുംബത്തെയും ഊക്കന്മാരായ മലക്കുകളുള്ള മനുഷ്യന്മാരും കല്ലുകളും ഇന്ധനമായി തീരുന്ന നരകാഗ്നിയിൽ നിന്നും കാത്തുരക്ഷിക്കേണ്ടതുണ്ട്. ഇത് നമ്മളുടെ ഒരു റെസ്പോൺസിബിലിറ്റിയാണ്. സാധാരണ നമ്മൾ കാണാറുണ്ട് നമ്മൾ എങ്ങനെയെങ്കിലും കഴിച്ചിലായി പോവുക എന്നുള്ളതല്ല. നമ്മളുടെ കുടുംബത്തിൽ നമ്മൾക്ക് ചേർത്ത് പിടിക്കാനുള്ള നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ മക്കൾ, നമ്മുടെ ഇണകൾ, ഇവരോടൊപ്പം തന്നെ കുടുംബസമേതം സ്വർഗത്തിലേക്ക് പോകാനുള്ള ഒരു ലക്ഷ്യം വെച്ചുകൊണ്ട് ജീവിക്കേണ്ട ആളുകളാണ് നമ്മൾ. പ്രവാചകന്റെ ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും,
ലാ യദ്ഖുലുൽ ജന്ന ഖാത്തിഉ റഹിം. കുടുംബ ബന്ധം മുറിക്കുന്ന ഒരാൾ ഒരിക്കലും സ്വർഗത്തിൽ പോവില്ല. ഒന്ന് ആലോചിച്ച് നോക്കി, നമ്മളൊക്കെ മെനക്കെടുന്നത്, നമ്മൾ നമസ്കരിക്കുന്നതും വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്നതും ഇന്ന് ഈ ഒരു സെഷനിലേക്ക് എത്തപ്പെട്ടത് പോലും അള്ളാഹുവിന്റെ സ്വർഗം ലക്ഷ്യം വെച്ചുകൊണ്ടാണ്, പടച്ച റബ്ബിന്റെ വജ്ഹ് ഉദ്ദേശിച്ചുകൊണ്ടാണ്. എന്നാൽ ഇതൊക്കെ ഉണ്ടായിട്ടും നമ്മൾ ഈ ഒരു കുടുംബത്തിൽ വഴക്കുണ്ടാക്കുകയാണ്, അസ്വസ്ഥത ഉണ്ടാക്കുകയാണ് എന്നുണ്ടെങ്കിൽ പടച്ച റബ്ബ് നമുക്ക് സ്വർഗം അവിടെ നിഷേധിക്കുകയാണ്, നമുക്ക് അവിടെ ഉണ്ടാവൂല എന്നുള്ളത്. അപ്പൊ വല്ലാതെ ഒരു ഗൗരവമായിട്ട് കാണേണ്ട ഒരു വിഷയമാണിത്. ഇതേപോലെ മറ്റൊരു ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും, ഇത്തഖുല്ലാഹ വസ്വിലു അർഹാമക്കും, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണം, തഖ്വയുള്ളവരാകണം എന്ന് പറഞ്ഞതിനു ശേഷം രണ്ടാമതായിട്ട് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് വസ്വിലു അർഹാമക്കും, നിങ്ങൾ നിങ്ങളുടെ കുടുംബ ബന്ധത്തെ ചേർത്ത് പിടിക്കേണ്ടതുണ്ട്. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം കുടുംബ ബന്ധം എന്ന് പറയുന്നത് ഒരു നമ്മളുടെ കയ്യിൽ ഏൽപ്പിച്ചിട്ടുള്ള ഒരു അമാനത്താണ്. അതിന്റെ വിജയം അനുസരിച്ചിട്ടായിരിക്കും, അതിലുള്ള സമാധാനം അനുസരിച്ചിട്ടായിരിക്കും നാളെ ഇൻഷാ അല്ലാഹ് പടച്ച റബ്ബ് നാളെ നമുക്ക് കുടുംബസമേതം സ്വർഗത്തിൽ പ്രവേശിക്കാനുള്ള അവസരം നൽകുക. നോക്കൂ, ഈ സമൂഹത്തില് നമുക്ക് ഒരുപാട് തരത്തിലുള്ള ഫാമിലികളെ കാണാൻ സാധിക്കും. ചില ആളുകൾക്ക് വീടൊരു റെസ്റ്റോറന്റ് പോലെയാണ്. അതായത് വീട്ടിലേക്ക് വന്ന് തിന്നു പോകുന്ന ഒരു സിസ്റ്റം. വീട്ടിൽ ഉമ്മ ഉണ്ടാകും, ഇണകൾ ഉണ്ടാകും, അതേപോലെ മക്കൾ ഉണ്ടാകും. പക്ഷെ യാതൊരുവിധ കമ്മിറ്റ്മെന്റ് ഇല്ലാത്ത രീതിയിൽ എന്താണോ ഫുഡ് എന്നുള്ള രീതിയിൽ കഴിച്ച് അതൊരു റെസ്റ്റോറന്റ് പോലെ കൊണ്ടു നടക്കുന്ന ആളുകൾ. ഇനി ചില ആളുകൾക്ക് അതൊരു ഗോഡൌൺ പോലെയാണ്, സാധനങ്ങൾ സൂക്ഷിക്കാനുള്ള ഒരു ഇടമായിട്ട് വീടിനെ കാണുന്നവർ. മറ്റൊരു ടീം എന്ന് പറയുന്നത് അതൊരു ഹോട്ടൽ മുറി പോലെ രാത്രി വന്ന് കിടന്നുറങ്ങാനുള്ള ആ ഒരു രീതിയിൽ വീടിനെ കാണുന്ന അവസ്ഥ. ഇതേപോലെ നമ്മുടെയൊക്കെ കയ്യിലുള്ള ഒരു ടൂളാണ് ഈ ഒരു മൊബൈൽ ഫോൺ എന്ന് പറയുന്നത്. പരസ്പരം മിണ്ടാനും കാണാനും ഒരുമിച്ചിരിക്കാനും കേൾക്കാനും ഒക്കെ പല രീതിയിൽ ഡിസ്ട്രാക്ഷൻസ്, പല രീതിയിൽ തടസ്സങ്ങൾ വന്നുകൊണ്ടിട്ടുണ്ട് ഇന്നത്തെ കാലഘട്ടത്തിൽ ഈ ഒരു മൊബൈൽ ഫോൺ ഉള്ളതുകൊണ്ട്. ഇത് ഉപയോഗിക്കേണ്ടടുത്ത് നമ്മൾ ഉപയോഗിക്കാൻ ശ്രമിക്കേണ്ടതുണ്ട്, പഠിക്കേണ്ടതുണ്ട്. ഇസ്ലാം എന്ന് പറഞ്ഞാൽ ശരിക്കും പങ്ക്ച്വാലിറ്റിന്റെ മതമാണ്, കൃത്യനിഷ്ഠയുടെ മതമാണ്. ഇവിടെ നമ്മൾ ഒരു ലിമിറ്റേഷൻ വെച്ചുകൊണ്ടായിരിക്കേണ്ടതുണ്ട് ഇത്രയും കാര്യങ്ങൾ. അപ്പൊ നേരത്തെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ കുടുംബ ജീവിതത്തിൽ വരുന്ന സമയത്ത് കുടുംബം കൊണ്ട് അള്ളാഹു താല തരാൻ വിചാരിച്ചിട്ടുള്ള ഹൈറും ബർക്കത്തും അങ്ങോട്ട് നഷ്ടപ്പെട്ടു പോകും, അതിന്റെ ഇമ്പം അങ്ങോട്ട് വിട്ടുപോകും. അള്ളാഹ് എന്തെല്ലാം ഐശ്വര്യം നമുക്ക് തരാൻ ഉദ്ദേശിച്ചിട്ടുണ്ടോ അതങ്ങനെ മിസ്സായി പോകുന്ന ഒരു അവസ്ഥാവിശേഷം നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം, ഇത് എന്റെ കുടുംബം, എന്താണ് കുടുംബം എന്നുള്ളതിനെ കുറിച്ച് കുടുംബത്തിൽ ഇരിക്കുന്ന നമുക്ക് നല്ല ബോധ്യം ഉണ്ടാകേണ്ടതുണ്ട്. ഞാൻ പഠിക്കേണ്ട ഒരു വിഷയമാണത്. സിലത്തുർ റഹീം എന്നാണ് നമ്മൾ കുടുംബ ബന്ധം ചേർക്കുന്നതിന് അറബിയിൽ പറയുന്ന പദം. സിലത്തുർ റഹീം, കുടുംബ ബന്ധം ചേർക്കുന്നതിന്. അപ്പൊ അതിന്റെ അർത്ഥപരിധി നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കും, അൽ ഇഹ്സാനു ഇലൽ അഖാരിബ്, കുടുംബക്കാർക്ക് നിങ്ങൾ നന്മ ചെയ്യണം. എന്താണ് നന്മ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാക്സിമം എത്ര ഹൈറ് നമുക്ക് ചെയ്യാൻ സാധിക്കുമോ അത്രയും നമ്മൾ ചെയ്തു കൊടുക്കുക. സേവനമായിട്ടും കാരുണ്യമായിട്ടും സ്നേഹമായിട്ടും സഹകരണമായിട്ടും എന്തെല്ലാം നന്മകൾ അവർക്ക് വേണ്ടി ഭൗതികമായിട്ടും ധാർമ്മികമായിട്ടും മതപരമായിട്ടും നമുക്ക് ചെയ്തു കൊടുക്കാൻ സാധിക്കുമോ അത് നമ്മൾ കൊടുക്കുക. അതേപോലെ തന്നെ അതായത് അവർക്ക് എന്തെങ്കിലും ധാർമ്മികമായിട്ടോ ഭൗതികമായിട്ടോ എന്തെങ്കിലും ഷെറുകൾ, തിന്മകൾ അവരിൽ കാണുകയാണെങ്കിൽ അത് നല്ല രീതിക്ക് തിരുത്തി കൊടുക്കാനും അതിനെ പ്രതിരോധിക്കാനും സപ്പോർട്ടായിട്ട് നിൽക്കാനും ഒക്കെ സാധിക്കുക എന്നുള്ളത്. അപ്പൊ വല്ലാത്തൊരു അമാനത്താണ്. മാക്സിമം ഹൈറ് നമ്മൾ കൊണ്ടുപോയി കൊടുക്കുക, നന്മകൾ ചെയ്യുക, എല്ലാ രീതിയിലും അവരെ സപ്പോർട്ട് ചെയ്യുക, അവരിൽ നിന്നുള്ള തിന്മകളെ തടയാനുള്ള രീതിയിൽ തിരുത്താനും ഒക്കെ ആ ഒരു രീതിയിൽ അമാനത്ത് ഏറ്റെടുത്തിട്ടുള്ള ആളുകളാണ് നമ്മൾ. അപ്പൊ ഈ സിലത്തുർ റഹീം എന്നുള്ള ഒരു അർത്ഥപരിധിയിൽ വരുന്ന ബാധ്യതയാണ് ഞാൻ ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അല്ലാഹു തആല നമുക്ക് നൽകിയിട്ടുള്ള ഒരുപാട് അനുഗ്രഹങ്ങളുണ്ട്. ആ അനുഗ്രഹങ്ങളിൽ വളരെ വലിയൊരു അനുഗ്രഹമാണ് നമ്മുടെ കുടുംബം എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് കുടുംബം എന്ന് പറഞ്ഞാല്, സാധാരണ നമ്മൾ പറയാറുണ്ട് കൂടുമ്പോൾ ഇമ്പം ഉണ്ടാകുന്നതാണ് കുടുംബം. അല്ലെ, ഒരു പൊതുവെ നമ്മൾ കേൾക്കുന്ന ഒരു നിർവചനം, ഒരു ഡെഫിനിഷൻ ആണത്. എന്നാൽ കൂടുന്ന സമയത്ത് മാത്രമല്ല, കൂടാത്ത സമയത്ത് ഞാൻ എന്റെ ഫാമിലിയിലേക്ക് ജോയിൻ ചെയ്യാൻ പോവുകയാണ്, ഞാൻ എന്റെ കുടുംബത്തിലേക്ക് പോവാണ് എന്നെന്റെ മനസ്സിൽ ഇങ്ങനെ ഒരു ചിന്ത വരുന്ന സമയത്ത് പോലും എനിക്ക് ആ ഒരു ഇമ്പം, ആ ഒരു ഇഷ്ടം, ആ ഒരു സന്തോഷം ഫീൽ ചെയ്യേണ്ടതുണ്ട്. ഒരു കുട്ടി പിച്ച വെക്കുന്നത് അതിന്റെ കുടുംബത്തിന്റെ കൂടെയാണ്. ലോകത്തിന്റെ ഏതൊരു കോണിൽ പോയിട്ടുണ്ടെങ്കിലും നമ്മളെ വീട്ടിലേക്ക് ആകർഷിപ്പിക്കുന്ന ഒരു കാന്തമാണ് നമ്മുടെ കുടുംബം. ഒരു മനുഷ്യൻ ഫിസിക്കലി ആൻഡ് മെന്റലി, മാനസികമായിട്ടും ശാരീരികമായിട്ടും കൂടുതൽ ബന്ധമുള്ളത്, അറ്റാച്ച്മെന്റ് ഉള്ളത് അവന്റെ കുടുംബാംഗങ്ങളോടൊപ്പമാണ്. മാത്രമല്ല നമ്മുടെ മൊബൈൽ ഫോണുകളിൽ ഇഷ്ടംപോലെ ഗ്രൂപ്പുകൾ നമുക്ക് കാണാൻ സാധിക്കും. SSLC ബാച്ച് ഉണ്ടാകാം, ഡിഗ്രി ബാച്ച് ഉണ്ടാകാം, അല്ലെങ്കിൽ അയൽക്കൂട്ടങ്ങൾ ഉണ്ടാകാം, സഹപ്രവർത്തകരാണെങ്കിൽ ആ
ഒരു രീതിയിൽ അങ്ങനെ സോഷ്യൽ വർക്കേഴ്സ് ആണെങ്കിൽ അങ്ങനെ ഇഷ്ടം പോലെ ഗ്രൂപ്പുകൾ നമ്മുടെ മൊബൈൽ ഫോണിൽ ഉണ്ടാകും. എന്നാൽ നമ്മുടെയൊക്കെ കുടുംബം, ഞാനും നിങ്ങളൊക്കെ ജനിച്ചിട്ടുള്ള കുടുംബം എന്ന് പറയുന്നത് നമുക്കൊക്കെ എത്ര വയസ്സുണ്ടോ അത്രയും കാലം നമ്മുടെ കൂടെയുള്ള ഒരു ടീമാണ്. ഇനി വൈവാഹിക ജീവിതം എടുത്തു നോക്കുകയാണെങ്കിൽ അള്ളാഹു തആല മഹറൂട്ടി പടക്കുക എന്ന് പറഞ്ഞതുപോലെ പടച്ച റബ്ബ് ലയിക്കാൻ, സിവാജ് എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു ലയനമാണ്, ചേരലാണ്. രണ്ട് വ്യക്തികൾ തമ്മിൽ ഒന്നാകുന്ന, രണ്ട് കുടുംബങ്ങൾ തമ്മിൽ ഒന്നാകുന്ന ഒരു വല്ലാത്തൊരു ചേരലിന്റെ ലയനമാണ് അള്ളാഹു തആല ഇപ്പുറത്തും ഈ വിവാഹ ജീവിതത്തിലൂടെ അള്ളാഹു തആല നമുക്ക് ഒരുക്കി വെച്ചിട്ടുള്ളത്. ഇപ്പൊ നമ്മൾ ഒസയിലൊക്കെ വീഡിയോ നമ്മൾ കാണാറുണ്ട്. അവിടെ കുടുംബ സംവിധാനം നഷ്ടപ്പെട്ടിട്ട് തകർന്നിരിക്കുന്ന ഒരുപാട് ആളുകളെ കാണാൻ സാധിക്കും. ആ വീഡിയോസ് കണ്ട് നമ്മളൊക്കെ കണ്ണിങ്ങനെ കണ്ണീര് വെക്കാറുണ്ട്. ഉമ്മ നഷ്ടപ്പെട്ടിട്ടുള്ള മക്കള്, വാപ്പ നഷ്ടപ്പെട്ടിട്ടുള്ള മക്കള്, മാതാപിതാക്കളെ നഷ്ടപ്പെട്ടിട്ടുള്ള കുട്ടികളെ നഷ്ടപ്പെട്ടിട്ടുള്ള മാതാപിതാക്കൾ, സഹോദരങ്ങളെ നഷ്ടപ്പെട്ടിട്ടുള്ളവർ, ഇങ്ങനെ തുടങ്ങിയിട്ട് ഒരു കുടുംബ സംവിധാനം തന്നെ തകർന്നുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥ. വെച്ച് വിളമ്പി കൊടുക്കാൻ ആളില്ല, ഊട്ടി കൊടുക്കാൻ ആളില്ലാത്ത അവസ്ഥ. അപ്പൊ നമ്മളെ മനസ്സിലേക്ക് നമ്മളെ കുട്ടികളും നമ്മുടെ കുടുംബം നമ്മളെ മുന്നിലേക്ക് ഇങ്ങനെ വരും. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കുക, അല്ലാഹു തആല അവരുടെ ഹാല് നന്നാക്കി തീർക്കുമാറാകട്ടെ. അതിനുള്ള എല്ലാവിധ പ്രതിഫലവും പടച്ച റബ്ബ് അവർക്ക് ഈ ലോകത്തും പരലോകത്തും പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പോ കുടുംബം എന്ന് പറയുന്നത് ശരിക്കും അറബിയിൽ ഒരു പദമുണ്ട്, ഉസ്രത്ത് എന്നാണ്. നമ്മള് ഇംഗ്ലീഷിൽ ഫാമിലി എന്ന് പറയും. അറബിയിൽ നമ്മൾ പറയുന്ന ഒരു പദമാണ് ഉസ്രത്ത്. ഈ ഉസ്രത്തിന്റെ അർത്ഥം എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ അത് നമുക്ക് കാണാൻ സാധിക്കും. അതിന്റെ ഒരു അർത്ഥമാണ് കൂവത്ത് എന്നുള്ളത്. കൂവത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? ശക്തി, പവറാണ് നമ്മുടെ കുടുംബം. നമുക്ക് എന്തൊരു, ഇപ്പൊ നമ്മളിൽ ഒരാളിപ്പോ വീണ് പോയിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് ഓടി വരാനുള്ള ഒരു ടീം എന്ന് പറയുന്നത് നമ്മുടെ കുടുംബാംഗങ്ങളാണ്. നമ്മുടെ ഒരു ബാക്ക് ബോൺ സപ്പോർട്ടാണ് നമ്മുടെ കുടുംബം തന്നെ. ഇനി നമുക്ക് എന്തൊരു സന്തോഷം ഉണ്ടെങ്കിൽ അതിൽ നമ്മളോട് ചേർന്ന് നിന്ന് നന്നായിട്ട് സന്തോഷിക്കാനും അത് ആസ്വദിക്കാനും ഒക്കെ അല്ലാഹു തആല നമുക്ക് ഒരുക്കി വെച്ചിട്ടുള്ള ഒരു മഹത്തായ സംവിധാനമാണ് കുടുംബം എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു കുടുംബത്തിനെ പടച്ച റബ്ബിന്റെ അനുഗ്രഹമാണ് എന്നൊരു ബോധ്യത്തോടു കൂടിയിട്ടാണ് നമ്മൾ ജീവിക്കേണ്ടത്. സാധാരണ നമ്മൾ പറയാറുണ്ട് കണ്ണുള്ള സമയത്ത് കണ്ണിന്റെ കാഴ്ച അറിയില്ല എന്നുള്ളത്, അതിന്റെ ഒരു വില നമ്മൾ അറിയില്ല എന്നുള്ളത്. എന്നാൽ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം കണ്ണുള്ള സമയത്തും കണ്ണിന്റെ കാഴ്ച അല്ലെങ്കിൽ അതിന്റെ വില അറിയേണ്ടവരാണ് നമ്മൾ. ഉമ്മന്റെ കൂടെ ഉണ്ട്, അല്ലെങ്കിൽ വാപ്പ കൂടെ ഉണ്ട്, ഇണകൾ നമ്മളെ കൂടെ ഉണ്ട്. ഇവരുടെ വില അറിഞ്ഞുകൊണ്ട് ഇവർക്ക് അവരുടേതായിട്ടുള്ള ക്വാളിറ്റി ടൈം കൊടുത്തുകൊണ്ട് നമുക്ക് ജീവിക്കാൻ സാധിക്കേണ്ടതുണ്ട്. അപ്പോ ഇങ്ങനെയുള്ള ഒരു കുടുംബം, ഓരോ ബന്ധങ്ങളും നമ്മൾ ചേർത്ത് വെക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള ഒരു കുടുംബം എന്ന് പറയുന്നത് ഇസ്ലാമികമാവുക എന്ന് പറഞ്ഞാല് നമ്മൾ ശരിക്കും ഇങ്ങനെ ജീവിക്കുന്നത് ഒരു ലക്ഷ്യബോധത്തോടു കൂടിയിട്ട്, ഒരു ചിട്ടയോട് കൂടിയിട്ട് ജീവിക്കുമ്പോൾ, അതൊരു സിസ്റ്റമാറ്റിക് ആയിട്ട് ജീവിക്കുമ്പോൾ, അതൊരു ഇസ്ലാമികമായിട്ട് പടച്ച റബ്ബിന് വേണ്ടിയിട്ട് ജീവിക്കുന്ന സമയത്ത്, അതായത് ഇന്നിവിടെ ഇങ്ങനെ ഉടുത്ത് പിന്നെ വസ്ത്രം വാങ്ങി അല്ലെങ്കിൽ തിന്ന് ഉറങ്ങി നാളെ എണീറ്റ് തീരാനുള്ളതല്ല നമ്മുടെ ഒരു കുടുംബ ജീവിതം എന്ന് പറയുന്നത്. നാളെ എനിക്ക് സ്വർഗത്തിലേക്ക് കൂടി ബിൽഡ് ചെയ്യാനുള്ളതാണ് എന്നുള്ള വളരെ ലക്ഷ്യബോധത്തോടു കൂടിയിട്ടായിരിക്കേണ്ടതുണ്ട് നമ്മളുടെ കുടുംബം നയിക്കേണ്ടത്. നമ്മളൊക്കെ കുടുംബജീവിതം നയിക്കുന്ന സമയത്ത് പ്രാർത്ഥിക്കുന്ന ഒരു സുപ്രസിദ്ധ പ്രാർത്ഥനയാണ്, പ്രധാനപ്പെട്ട പ്രാർത്ഥനയാണ് റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുരിയാതിനാ ഖുർറത അയ്യുൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ. എന്താ അതിന്റെ അർത്ഥം? അല്ലാഹുവേ, ഞങ്ങൾക്ക് ഞങ്ങളുടെ ഇണകളിൽ നിന്നും മക്കളിൽ നിന്നും ഞങ്ങൾക്ക് നീ കൺകുളിർമ പ്രദാനം ചെയ്യണമേ എന്നാണ്. എന്താണ് ഈ കൺകുളിർമ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? നല്ല മുഖമൊക്കെ പൊട്ടിയടിച്ച് ഇങ്ങനെ മക്കൾ ആ ഒരു ബ്യൂട്ടിയിൽ ഇങ്ങനെ കാണുക എന്നുള്ളതാണോ? അല്ല. പണ്ഡിതന്മാര് ഈ ഒരു ഖുർറത്തായി എന്ന് കുറച്ച് അർത്ഥങ്ങൾ പറയുന്നുണ്ട്. അതിലൊന്നാണ് നമുക്ക് അങ്ങനെ കുടുംബത്തിലേക്ക് പോകുന്ന ഒരു ഇഴയ അടുപ്പം ഉണ്ടാവേണ്ടതുണ്ട്. കുടുംബക്കാർ തമ്മിൽ പരസ്പരം അപ്പുറത്തും റൂമിലാണെങ്കിലും കൂടിയിട്ട് മാനസികമായിട്ടൊരു അടുപ്പത്തോട് കൂടിയിട്ട് ഒന്ന് തൊടാനും പിടിക്കാനൊക്കെ പേടിയുള്ള ആളുകളുണ്ട്, അല്ലെങ്കിൽ ഒന്നും മിണ്ടാൻ പേടിയുള്ള ആളുകൾ. ഇത് ഒഴിവാക്കിയിട്ട് നമുക്ക് നന്നായിട്ട് അടുപ്പത്തോട് കൂടിയിട്ട് ഇണങ്ങാനുള്ള ഒരു ടീമാണ്. കാണുന്ന സമയത്ത് നമുക്കൊരു സന്തോഷം വേണം. ഇതേപോലെ തന്നെ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്, അള്ളാഹുവിനെ അനുസരിക്കുന്നവരായിട്ട് മക്കളെ ഇണകളെ കാണാൻ സാധിക്കുക. അപ്പൊ ഖുർആനിൽ അയ്യുണ്ട് ഒരു അർത്ഥം എന്ന് പറയുന്നത് അള്ളാഹുവിനെ അനുസരിക്കുന്നവരായിട്ട് മക്കളെ ഇണകളെ കാണാൻ സാധിക്കുക. സാധാരണ ഒരു ട്രെൻഡ് ഉണ്ട് അല്ലെ, നമ്മളിപ്പോ ഒരു പരിപാടിക്കൊക്കെ പോവുകയാണെങ്കിൽ പോലും പോലെയുള്ള ടീച്ചർ ആദ്യം സൂചിപ്പിച്ചു കഴിഞ്ഞു. അതായത് എങ്ങനെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ പോകും ഉമ്മയും ബാപ്പി മക്കളൊക്കെ ഒരു നമ്മളെ ഒരു ഖുർആൻ ക്ലാസ് കാണുന്ന സമയത്ത് ഒരു ഏജ് ടീമിലുള്ള ആൾക്കാരുണ്ടാകും അല്ലെ, കുറച്ച് വയസ്സായ വല്യമ്മമാരുണ്ടാകും, താത്തമാരുണ്ടാകും. അതിലുപരിയായിട്ട് നമ്മളെ മക്കൾ ബിസിയാണ്, പല പ്രശ്നങ്ങൾ പല കാര്യങ്ങളും സെഷനുകളിലും അവരെ പങ്കെടുപ്പിക്കുന്ന സമയത്ത് അവർ വല്ലാതെ ബിസിയാകുന്ന ഒരവസ്ഥ. ഇവിടെ ഞാനും എന്റെ ഭർത്താവ് നന്നാവുക എന്നുള്ളതിലുപരിയായിട്ട് എന്റെ മക്കളെ കൂട്ടി വീട് ലോക്ക് ചെയ്തിട്ട്
ഇതുപോലുള്ള സെഷൻസ് വരുന്ന സമയത്ത് പങ്കെടുക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അള്ളാഹുവിനൊരു തോട്ടത്തോടു കൂടിയിട്ട് അള്ളാഹുവിനെ അനുസരിക്കുന്ന ഒരു ഫാമിലി നമുക്ക് വാർത്തെടുക്കാൻ സാധിക്കുക. ജീവിതത്തിൽ വരുന്ന ഏതൊരു പ്രതിസന്ധി ഉണ്ടായിക്കോട്ടെ, ഒരു അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകാം, പ്രതികൂലമായ സാഹചര്യങ്ങൾ ഉണ്ടാകാം. ഇവിടെയൊക്കെ എന്റെ ജീവിതത്തിൽ നടക്കുന്ന ഏതൊരു ആഘോഷങ്ങളായിക്കോട്ടെ അല്ലെങ്കിൽ സന്തോഷങ്ങളായിക്കോട്ടെ, ഇവിടെ പടച്ച റബ്ബിനെ തോട്ടത്തോടുകൂടി അനുസരണത്തോടു കൂടിയിട്ട് പോകുന്ന ഒരു ടീമിനെ കാണാൻ സാധിക്കുക. ഒരുപാട് രോഗം കൊണ്ട് പ്രയാസപ്പെട്ടിട്ടുള്ള ഒരു പ്രവാചകൻ ഉണ്ടായിരുന്നു. ആരായിരുന്നു അത്? അയ്യൂബ് നബി അലൈഹിസ്സലാം. അയ്യൂബ് നബി അലൈഹിസ്സലാമക്ക് രോഗം എന്ന സമയത്ത് കുടുംബക്കാർ പോകുന്നുണ്ട്, സമ്പത്ത് നഷ്ടപ്പെടുന്നുണ്ട്. എന്നാലും അദ്ദേഹം പ്രാർത്ഥിച്ചിട്ടുള്ള ഒരു പ്രാർത്ഥന ഉണ്ട്. അല്ല, എനിക്ക് ആപത്ത് ബാധിച്ചിട്ടുണ്ട്, പക്ഷേ നീ കാരുണ്യവാന്മാരിൽ വെച്ച് ഏറ്റവും നന്നായിട്ട് കാരുണ്യം ചൊരിയുന്നവനാണല്ലോ എന്നുള്ളതാണ്. ഇപ്പൊ പ്രവാചകൻ അവിടെ പറഞ്ഞിട്ടുള്ള ഒരു വാക്ക് നീ കാരുണ്യവാനാണല്ലോ എന്നല്ല, കാരുണ്യവാന്മാരിൽ വെച്ച് ഏറ്റവും നന്നായിട്ട് കാരുണ്യം ചൊരിയുന്നവൻ. അതൊരു തോട്ടത്തുള്ളത് കൊണ്ട്, അല്ലാഹുവിന്റെ അനുസരണ ഉള്ളത് കൊണ്ട് അദ്ദേഹത്തിന് കിട്ടിയിട്ടുള്ള ഒരു പവറാണത്. മലയാളത്തിൽ ഒരു വരികളുണ്ട് ആ ഒരു അദ്ദേഹത്തിന്റെ സംഭവത്തെ വിശദീകരിച്ച് പറയുന്നത്. അയ്യൂബ് നബി കരഞ്ഞു ജീവിതത്തിൽ എന്ത് സാഹചര്യം വരാണെങ്കിൽ, ചിലപ്പോൾ കുടുംബത്തിൽ ആൾനഷ്ടം വരാം, അല്ലെ, സാമ്പത്തികമായിട്ടുള്ള പ്രയാസങ്ങൾ വരാം, രോഗങ്ങൾ വരാം. ഇവിടെ കുടുംബസമേതം അള്ളാഹുവിൽ തോട്ടത്തോടുകൂടി ജീവിക്കുക, ഇതാണ് സമാധാനത്തിലൊരു ഉറവിടം എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ ഒരുപാട് മോട്ടിവേഷൻ ക്ലാസ്സുകളും മറ്റു പല സെഷൻസിലൊക്കെ നമ്മൾ പങ്കെടുക്കും. എന്നാൽ സമാധാനമുള്ള ഒരു കുടുംബം നമുക്ക് വേണം എന്നുണ്ടെങ്കിൽ അതിന്റെ ഫസ്റ്റ് മെയിൻ കല്ലെന്ന് പറയുന്നത്, അസാസ് എന്ന് പറയുന്നത് പടച്ച റബ്ബിലുള്ള ഒരു വിശ്വാസമാണ്, അള്ളാഹുവിനുള്ള ഒരു തോട്ടത്താണ്. അപ്പൊ യുത്തിയുള്ള അള്ളാഹനെ അനുസരിക്കുന്നവരായിട്ട് മക്കളെ, ഇണകളെ നമുക്ക് കാണാൻ സാധിക്കുക. മറ്റൊന്ന് വയുഹ്സിനുൽ ഇബാദ. ആ ഖുർറത്ത് അഴിയുടെ രണ്ടാമത്തെ ഒരു അർത്ഥം എന്ന് പറയുന്നത് വയുഹ്സിനുൽ ഇബാദ, അതായത് ക്വാളിറ്റിയുള്ള ഇബാദത്ത് നിർവഹിക്കുന്നവരായിട്ട് മക്കളെ, ഇണകളെ കാണാൻ സാധിക്കുക. അള്ളാഹനെ നമ്മൾ സഹായിച്ചിട്ടുണ്ടെങ്കിൽ പടച്ച റബ്ബ് നമ്മളെ സഹായിച്ചുകൊണ്ടേയിരിക്കും. എങ്ങനെയാണ് നമ്മൾ അള്ളാഹനെ സഹായിക്കുക? നമ്മുടെ കുടുംബത്തിൽ ഒരു സിസ്റ്റം വെക്കേണ്ടതുണ്ട്. ഒരുമിച്ചിരുന്ന ഒരു ആരാധനാ കർമ്മങ്ങൾ നിർവഹിക്കുന്ന ഒരു സിസ്റ്റം, അല്ലെ, ജമാഅത്തായിട്ട് ഒരുമിച്ചുള്ള നമസ്കാരം. നമ്മുടെ വീട്ടിലിരുന്ന് ഡൈനിങ് ടേബിളിൽ ഇരുന്ന് സംസാരിക്കാറുണ്ട്, നമ്മുടെ പിന്മേശയിൽ നമ്മൾ ഫുഡ് കഴിക്കാറുണ്ട്. ഇതൊക്കെ ഒരുമിച്ചിരുന്ന് നമ്മൾ ചെയ്യുന്ന ഒരു കാര്യമാണ്. ഇതേപോലെ അള്ളാഹുവിന് വേണ്ടി, അള്ളാന്റെ വിശുദ്ധ ഖുർആൻ വായിക്കുന്നതിന് വേണ്ടി ഒരു സെഷൻ വെക്കുക. അമ്മയും ബാപ്പയും മക്കളും ഒക്കെ ഒരുമിച്ച് കൂടിയിട്ടുള്ള, സഹോദരങ്ങളൊക്കെ ഒരുമിച്ച് കൂടിയിട്ടുള്ള ഒരു സെഷൻ. അതിൽ ഖുർആൻ നന്നായിട്ട് പാരായണം ചെയ്യാൻ സാധിക്കുന്ന ആളുകളെ ആ ഒരു രീതിയിൽ ചെയ്യുക. അത് അർത്ഥം വായിക്കാൻ കഴിയുന്നവർ അങ്ങനെ, പരിഭാഷപ്പെടുത്താൻ കഴിയുന്ന ആളുകൾ അങ്ങനെ, അതിന്റെ തഫ്സീറൊക്കെ ഒന്ന് വായിക്കാൻ കഴിയുന്ന ആളുകൾ അങ്ങനെ. പടച്ച റബ്ബ് നമുക്ക് 24 മണിക്കൂർ തരുന്ന സമയത്ത് വിശുദ്ധ ഖുർആന് വേണ്ടിയിട്ട് ഒരു സിറ്റിംഗ് നമ്മളൊക്കെ പുരയിൽ ഉണ്ടാക്കുക. ഇത് വല്ലാത്തൊരു സമാധാനം, ഹൈറും ബർക്കത്തും നമ്മളെ പുരയിൽ കൊണ്ടുവരും. അപ്പൊ വിശുദ്ധ ഖുർആൻ എന്ന് പറയുന്നത് ശരിക്കും ഹുദയാണ്. ഹുദ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? അത് ഗൈഡൻസ് ആണ്, സന്മാർഗ്ഗമാണ്. നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും പരിപാടിയും കാര്യങ്ങളൊക്കെ വരുമ്പോൾ വിശുദ്ധ ഖുർആന്റെയും ഹദീസിന്റെയും അടിസ്ഥാനത്തിലായിരിക്കേണ്ടതുണ്ട് അത് നടത്തേണ്ടത്. ആ ഒരു രീതിയിൽ പോവുക. ഇതേപോലെ തന്നെ ഷിഫ ആണ്. നമ്മളൊക്കെ മനസ്സിൽ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ഇതിലേക്ക് അങ്ങോട്ട് ഓടി വരാൻ കുടുംബസമേതം ഓടാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. വിശുദ്ധ ഖുർആൻ മനസ്സിന്റെ ഒരു ശമനമായിട്ട് കാണാൻ നമുക്ക് സാധിക്കുക. മറ്റൊന്ന് നൂറാണ്, വെളിച്ചമാണ്. നമ്മളൊക്കെ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്നവരാണ്. എന്നാൽ ഇതിന്റെ ശരിയായിട്ടുള്ള നൂറ് നമ്മളിലും നമ്മുടെ കുടുംബങ്ങളിലും എത്തുന്നുണ്ടോ? നമ്മളൊന്ന് ഹിസാബ് നടത്തേണ്ടതാണ്, നമ്മളൊന്ന് വിചാരണ ചെയ്യേണ്ടതുണ്ട്. അതായത് അതിന്റെ ഒരു നൂറ് പലപ്പോഴും ഒരു ഡിംലൈറ്റ് പോലെയോ അല്ലെങ്കിൽ ഒരു വോൾട്ടേജ് ഇല്ലാതെയോ ഒക്കെയാണ് കത്തിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ ആ വിശുദ്ധ ഖുർആനിന്റെ നൂറ് വളരെയധികം അതിന്റെ ഒരു ഫുൾ ബ്രൈറ്റ്നെസ്സോട് കൂടിയിട്ട് നമ്മുടെ പുരയിൽ തെളിയേണ്ടതുണ്ട്. ഇപ്പൊ നമ്മൾ സാധാരണ ഒരു ബീച്ചിലൊക്കെ പോവുകയാണെങ്കിലും അവിടെ ഇഷ്ടംപോലെ ആൾക്കാർ നമുക്ക് കാണാൻ സാധിക്കും. ചില ആളുകൾ ആ ബീച്ചിൽ ഇങ്ങനെ കടലൊക്കെ ഇങ്ങനെ നോക്കി നിൽക്കുന്ന ഒരു ടീം ഉണ്ടാകും. രണ്ടാമത്തെ ഒരു വിഭാഗം എന്ന് പറയുന്നത് അതിലൊന്ന് തിരമാലയിലൊക്കെ ഒന്ന് കാലിട്ട് കളിക്കുന്നവരുണ്ടാകും. മൂന്നാമത്തെ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു തോണിയോ ഒരു ബോട്ടോ ഒക്കെ എടുത്ത് അതിലൊന്ന് റൈഡ് നടത്തിയില്ല, ഒന്ന് ജസ്റ്റ് പിന്നെ തുഴഞ്ഞു പോകുന്ന ആൾക്കാർ. നാലാമത്തെ ഒരു വിഭാഗം എന്ന് പറയുന്നത് ആ കടലിന്റെ ഉള്ളിൽ ഇറങ്ങിയിട്ട് അതിന്റെ മുത്തും പഴിയൊക്കെ പെറുക്കുന്ന ഒരു ടീമുണ്ട്. ഇവർക്കായിരിക്കും ആ കടലിനെ കുറിച്ചും അതിന്റെ ഗതിയെ കുറിച്ചൊക്കെ നന്നായിട്ട് അറിയുക. ഇതേപോലെ വിശുദ്ധ ഖുർആൻ ഉപയോഗിക്കുന്ന ആളുകൾ നമ്മുടെ സമുദായത്തിലെ ചില ആളുകൾക്ക് അതൊരു ഷോക്കേസിലുള്ള
ഒരു ഗ്രന്ഥം മാത്രമാണ് അല്ലെ. അതൊന്ന് പൊടി കെട്ടിയെടുക്കുക, അല്ലെങ്കിൽ നിലത്ത് പോലും വീഴാതെ ആ ഒരു രീതിയിൽ അത്രയും പരിശുദ്ധമാക്കിക്കൊണ്ട് അത് അങ്ങനെ മാത്രം ഉപയോഗിക്കുന്നു, അതിങ്ങനെ കണ്ടുപയോഗിക്കുന്ന ആൾക്കാർ. രണ്ടാമത്തെ ഒരു വിഭാഗം എന്ന് പറയുന്നത് അതൊരു അറബി വായന, ഖത്തം ചെയ്യുന്നതിനൊക്കെ ഇഷ്ടംപോലെ കൂലിയുണ്ട്. പക്ഷെ അതിലെന്താണ് പടച്ച റബ്ബ് എന്നോട് സംസാരിച്ചിട്ടുള്ളത് എന്നുള്ളതിനെ കുറിച്ച് അതിന്റെ അർത്ഥം അറിയാതെ അങ്ങനെ പോകുന്ന ആൾക്കാർ. മൂന്നാമത്തെ ഒരു വിഭാഗം എന്ന് പറയുന്നത് വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്നുണ്ട്, കുറച്ചൊക്കെ അർത്ഥം നമുക്കറിയാം, നമുക്ക് വേണ്ടി നമ്മൾ എടുക്കും, വേണ്ടാത്ത കൊണ്ട് ഉപയോഗിക്കും. പൂർണ്ണമായിട്ടും പടച്ച റബ്ബിൽ പിന്നെ അടിയുറച്ചിട്ടില്ല, അതായത് കീഴൊതുങ്ങിയിട്ടില്ല. ഇനി നാലാമത്തെ ഒരു വിഭാഗമുണ്ട്, വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുകയും അതിന്റെ അർത്ഥം മനസ്സിലാക്കുകയും അതിന്റെ തഫ്സീർ മനസ്സിലാക്കുകയും അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയും ചെയ്യുന്ന ആളുകൾ. ഇവർക്കാണ് ഇതിന്റെ ഒരു ആസ്വാദനം, നേരത്തെ പറഞ്ഞതുപോലെ ആ നൂറ് അനുഭവിക്കാൻ സാധിക്കുക എന്നുള്ളത്. അപ്പൊ വിശുദ്ധ ഖുർആന്റെ ഹുദ നമ്മുടെ കുടുംബത്തിൽ ഉണ്ടാവേണ്ടതുണ്ട്, വിശുദ്ധ ഖുർആന്റെ നൂറ് വെളിച്ചം നമ്മുടെ കുടുംബത്തിൽ ഉണ്ടാവേണ്ടതുണ്ട്. അതേപോലെ വിശുദ്ധ ഖുർആന്റെ ഷഫാഅത്ത്, എനിക്ക് നാളെ മരിച്ചു ചെല്ലുന്ന സമയത്ത് ഇവരാരും ഉണ്ടാവില്ല, മക്കളോ അല്ലെങ്കിൽ ആരും നമുക്ക് വേണ്ടി ഷഫാഅത്ത് ചെയ്യാനുള്ള ഒരു അനുവാദമുള്ള ആൾക്കാരല്ല. എന്നാൽ വിശുദ്ധ ഖുർആൻ എന്ത് ചെയ്യും നമുക്ക് വേണ്ടിയിട്ട് പടച്ചറബ്ബേ ഇത് ഹയാത്തിലുള്ള കാലഘട്ടത്തിൽ ഇവൻ അല്ലെങ്കിൽ ഇവൾ എന്റെ ജീവിതത്തിൽ പിന്നെ എന്നെ കൊണ്ട് നടന്ന ആളാണ്, പകലില് എനിക്ക് വേണ്ടി ദാഹം ഉണ്ടായിട്ടുണ്ട്, പകലിൽ വിശുദ്ധ ഖുർആൻ നമ്മൾ പണിന്റെ ഇടയിലൊക്കെ ഒന്ന് ജസ്റ്റ് കുറച്ചു നേരം ഒരായത്തെങ്കിലും ഒരായത്ത് ഓടി അർത്ഥം നോക്കാൻ എല്ലാം കഴിയട്ടെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഒന്നിനും അവസാനം സമയം ഉണ്ടാവില്ല. അപ്പൊ പണിന്റെ ഇടയിൽ ജസ്റ്റ് ഒന്ന് വന്നിട്ട് ഒരായത്തെങ്കിലും ഞാൻ എന്റെ മനസ്സിലേക്ക് ഒരു ആ ലൈറ്റ് കത്തണം എന്നുള്ള രീതിയിൽ, മനസ്സിലേക്ക് ഒന്ന് ഹൃദയത്തിലേക്ക് ഇറങ്ങണം എന്നുള്ള രീതിയിൽ ഖുർആൻ ഇങ്ങനെ നമുക്ക് ആ ഒരു ദാഹം വേണം. പകലുള്ള സമയത്തും വിശുദ്ധ ഖുർആൻ എവിടെയെങ്കിലും ഒന്ന് വായിച്ചു നോക്കാൻ. ഇതേപോലെ തന്നെ വിശുദ്ധ ഖുർആൻ പറയുന്ന ഒരു കാര്യമാണ്, രാത്രിയില് ഇവളെ അല്ലെങ്കിൽ ഇവന്റെ ഉറക്കം ഞാൻ മുഖേന നഷ്ടപ്പെട്ടിട്ടുണ്ട്, നമ്മളെ ഉറക്കം ഇങ്ങനെ കെടുത്തുന്ന രീതിയിൽ ഖുർആൻ വായിക്കാനുള്ള ഒരു രീതി. അപ്പോൾ ഇങ്ങനെയൊക്കെ പോകുന്ന സമയത്ത് വിശുദ്ധ ഖുർആന്റെ ഷഫാഅത്ത് നമുക്ക് കിട്ടും എന്നുള്ളതാണ്. അപ്പോ ആ ഒരു രീതിയിൽ നല്ല ക്വാളിറ്റിയുള്ള ഇബാദത്ത് നിർവഹിക്കുന്നവരായിട്ട് മക്കളെ ഇണകളെ നമുക്ക് കാണാൻ സാധിക്കുക. ഇനി ഖുർറത്ത് അയ്യിന്റെ മൂന്നാമത്തെ ഒരു അർത്ഥം എന്ന് പറയുന്നത് സയ്യാത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മോശമായിട്ടുള്ള കാര്യങ്ങൾ ഇങ്ങനെ നമ്മുടെ കുടുംബത്തിലേക്ക് ഇങ്ങനെ വലിച്ചൊഴിച്ച് കൊണ്ടുവരാതിരിക്കുക. അതായത് ഇന്നത്തെ ട്രെൻഡ് ഇതാണ്, ഇന്നത്തെ സ്റ്റൈൽ ഇതാണ്, അല്ലെങ്കിൽ ഓരോത് ചെയ്യുന്നുണ്ട് മറ്റോരത് ചെയ്യുന്നുണ്ട്, ഇത് നമ്മളെ സുന്നത്തും അള്ളാന്റെ വിശുദ്ധ ഖുർആനും ഒന്നും നോക്കാതെ നമ്മൾ നമ്മുടെ കുടുംബത്തിലേക്ക് ഇങ്ങനെ അതിങ്ങനെ വലിച്ചൊഴിച്ച് കൊണ്ടുവരാം അല്ലെ. ഓരോത് ചെയ്യുകയാണെങ്കിൽ അത് അതിനേക്കാൾ സൂപ്പറായിട്ട് അതിനേക്കാൾ നല്ല വൈബിൽ നമുക്ക് ചെയ്യണം എന്നുള്ള ലക്ഷ്യത്തോടു കൂടി അതിൽ ഹറാമും ഹലാലും നോക്കാതെ, നമുക്കറിയാം നമ്മളൊക്കെ വിവാഹ കാര്യങ്ങൾ നമ്മളൊക്കെ കുടുംബത്തിൽ നടത്തുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണത്. ഇതിലൊക്കെ ഇന്ന് ഒരുപാട് ഒരുപാട് ട്രെൻഡ് മോഡുകൾ വന്നു പോയിട്ടുണ്ട്. പ്രവാചകന്റെ ഹദീസിലും കാണാൻ വളരെ ലളിതമായിട്ട് കഴിക്കേണ്ട അല്ലെങ്കിൽ അള്ളാന്റെ മലക്കുകൾ ഇറങ്ങുന്ന ബർക്കത്ത് ഇറങ്ങുന്ന ഒരു സദസ്സാണ് വിവാഹ സദസ്സ്. ശരിക്കും വിവാഹം എന്ന് പറഞ്ഞത് ഒരൊറ്റ ദിവസമൊന്നല്ല, ഇഷ്ടം പോലെ ദിവസങ്ങളാണ് അല്ലെ. ഓരോ സ്ഥലങ്ങളിലുള്ള സംസ്കാരങ്ങൾ നമ്മൾ ഇങ്ങനെ എടുത്തിട്ട് ഒരു പാക്കേജ് ആക്കിയിട്ട് നമ്മൾ അങ്ങനെ നടക്കുകയാണ്. പെണ്ണ് കാണല് തുടങ്ങിയിട്ട് ഇന്നിപ്പോ വീട്ടിലൊന്നും സ്ഥലമല്ല, ഓഡിറ്റോറിയങ്ങളിലാണ് ബുക്ക് ചെയ്യുന്നത്. എന്നിട്ട് അത് പിന്നെ നഷ്ടപ്പെട്ടു പോകുന്ന അല്ലെങ്കിൽ തെറ്റി പോകുന്ന അവസ്ഥാവിശേഷങ്ങളുണ്ട്. ഒന്ന് ആലോചിക്കി എന്തുമാത്രം പണവും ധൂർത്തുമാണ് നമ്മൾ ഇതിനു വേണ്ടിയിട്ട് ചെലവഴിക്കുന്നത്. ഇതേപോലെ തന്നെ സേവ് ദ ഡേറ്റും ചിലപ്പോൾ നിക്കാഹ് പോലും കഴിയുന്നുണ്ടല്ലോ, നമ്മളെ കുട്ടികളെ വിടുകയാണ്. എന്നിട്ട് ഇതൊരു ഷോ വർക്ക് പോലെ കാണിക്കാൻ ആണും പെണ്ണുമുള്ള സ്റ്റേജ് ഷോകൾ, പല രീതിയിലുള്ള കല്യാണങ്ങൾ ഓരോ പേരുകൾ ഇട്ടുകൊണ്ട്, എന്നിട്ട് ഇതിങ്ങനെ ഇൻസ്റ്റയിലും യൂട്യൂബിലും നമ്മൾ പോസ്റ്റ് ചെയ്യണം. ഒന്ന് ആലോചിച്ച് നോക്കൂ, അൽ ഹയാ എന്നുള്ള ക്വാളിറ്റി അഥവാ ലജ്ജ എന്നുള്ള ക്വാളിറ്റി വിശ്വാസിയുടെ മുഖമുദ്രയാണ്. നമ്മളെ പ്രായപൂർത്തിയായിട്ടുള്ള മക്കളെ വീഡിയോസും കാര്യങ്ങളും ഒക്കെ നമ്മളിങ്ങനെ അവർ തുള്ളി കഴിക്കണമൊക്കെ നമ്മളിങ്ങനെ ഇതിലിങ്ങനെ ഇട്ടിട്ട് വൈറലാക്കുന്ന റീച്ച് കിട്ടുന്ന രീതിയിൽ നമ്മൾ വീഡിയോസ് ഇറക്കുകയാണ്. ഒന്ന് ആലോചിച്ച് നോക്കി, വിശുദ്ധ ഖുർആനിൽ ആയത്തുണ്ട് ജാഹിലിയ കാലഘട്ടത്തിലെ പ്രകടനങ്ങൾ നിങ്ങൾ നടത്തരുത് എന്നുള്ളത്. നമ്മൾ എന്താണ് അള്ളാഹുവോട് ചോദിക്കുന്നത്? ജന്നാത്തുൽ ഫിർദൗസ് ആണ്. ജന്നാത്തുൽ ഫിർദൗസ് എന്ന് പറയുന്നത് ശരിക്കും അയലയിലുള്ള അഥവാ ഏറ്റവും ഉന്നതമായ സ്വർഗമാണ്. ആ സ്വർഗത്തിന് വേണ്ടി ജീവിക്കുന്ന നമ്മൾ ഇതേ ജനറേറ്റർ ഉണ്ടോ അല്ലെ പറയണോ?
അപ്പോ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുക. ഒന്ന്, അള്ളാഹിനെ അനുസരിക്കുന്നവരായിട്ട് മക്കളെ ഇണകളെ കാണാൻ സാധിക്കുക. മറ്റൊന്ന്, ഇബാദ, ക്വാളിറ്റിയുള്ള ഇബാദത്ത് നിർവഹിക്കുന്നവരായിട്ട് മക്കളെ ഇണകളെ കുടുംബസമേതം കാണാൻ സാധിക്കുക. വലാ യജുറു സയ്യാത്ത്, മോശമായിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ കുടുംബത്തിലേക്ക് ഇങ്ങനെ വലിച്ചഴിച്ച് കൊണ്ടുവരാതിരിക്കുക. നമുക്ക് വേറെ വീട്ടിൽ പോയി പറയേണ്ട ആവശ്യമില്ല, നമ്മുടെ വീട്ടിൽ പറയാനുള്ള ഗഡ്സും ഈമാനും പവറും നമുക്ക് ഉണ്ടാവേണ്ടതുണ്ട്. മറ്റൊന്ന്, ഇമാമ, ആ പ്രാർത്ഥനയുടെ രണ്ടാമത്തെ ഭാഗമാണ് ഞങ്ങളെ മുത്തഖീങ്ങൾക്ക് ഇമാമിങ്ങളാക്കണേ എന്നുള്ളത്. ആലോചിച്ച് നോക്കി, റബ്ബ് അവിടെ നമ്മളോട് ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത് നമ്മളൊക്കെ മുത്തഖീങ്ങളാക്കണേ, സൂക്ഷ്മത പാലിക്കുന്നവരാക്കണേ എന്നല്ല. സൂക്ഷ്മത പാലിക്കുന്നവരിൽ ആളുകൾക്ക് നമ്മളുടെ കുടുംബം ഇമാമിങ്ങളാകേണ്ടതുണ്ട്, ലീഡേഴ്സ് ആവേണ്ടതുണ്ട്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ, അല്ലാഹു തആല കുടുംബം കൊണ്ട് ലക്ഷ്യം വെക്കാൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് ഈ പ്രാർത്ഥനയിലൂടെ നമ്മൾ അള്ളാഹിനോട് ചോദിക്കുന്നത്. ഇനി നമ്മളെ കുടുംബത്തിന്റെ നില എവിടെ? ഞാനുങ്ങളൊക്കെ ഒന്ന് ഹിസാബ് നടത്തേണ്ടതുണ്ട്, നമ്മുടെ മനസ്സിൽ ഇത് ചോദ്യം ചെയ്യേണ്ടതുണ്ട് എന്നുള്ളതാണ്. അപ്പൊ സൂക്ഷ്മതയോട് കൂടിയിട്ട് ജീവിക്കുക എന്നുള്ളത് സമാധാനമുള്ള കുടുംബത്തിന്റെ ഉണ്ടായിരിക്കേണ്ട ഒന്നാമത്തെ കാര്യം. സൂക്ഷ്മതയോടുകൂടി നമ്മൾ ജീവിച്ചിട്ടുണ്ടെങ്കിൽ സമാധാനം പടച്ചുറപ്പ് ഇങ്ങനെ ഇറക്കി തരും. കുടുംബ ജീവിതത്തിന്റെ ഒരു അസാസ് എന്ന് പറയുന്നത്, ആദ്യത്തെ ചവിട്ടുവരി എന്ന് പറയുന്നത് വിവാഹമാണ്. നമുക്കറിയാം എന്തൊക്കെയാണ് വിവാഹത്തിന്റെ ലക്ഷ്യങ്ങൾ. വിവാഹത്തിന്റെ ലക്ഷ്യങ്ങളിൽ ഒന്ന് പറഞ്ഞിട്ടുള്ളത് ജീവിത വിശുദ്ധിയാണ്. ഒരു സ്ത്രീയും പുരുഷനും ഒരു സമയമായിട്ടുണ്ടെങ്കിൽ ഇരുമ്പും കാന്തവും പോലെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ആകർഷിക്കപ്പെടും. ഈ വികാരത്തെ ഇസ്ലാം ഒരിക്കലും അടിച്ചമർത്തുകയല്ല. നേരെ മറിച്ചിട്ട് വിവാഹം എന്ന നിക്കാഹ് എന്ന മഹത്തായ സംവിധാനത്തിലൂടെ അല്ലാഹു തആല ഇവർക്ക് ഇത് ഷെയർ ചെയ്യാനുള്ള അവസരം കൊടുക്കുകയാണ്, ഹലാലാക്കുകയാണ്. മൃഗങ്ങളെയൊക്കെ എടുത്തു നോക്കുകയാണെങ്കിൽ, മൃഗങ്ങളും പക്ഷികൾ എന്ന് പറഞ്ഞാൽ ഇവർക്ക് ഒരു ജീവിത പരിശുദ്ധി അല്ലെങ്കിൽ ഒരു ഇണയോട് മാത്രം എന്നുള്ള സിസ്റ്റം ഒന്നുമില്ല എന്ന് വെച്ചിട്ട് അവർക്ക് ആരോഗ്യ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ കുടുംബ തകർച്ചയോ ഉണ്ടാവില്ല. എന്നാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ജീവിത പരിശുദ്ധത കാത്തു സൂക്ഷിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതിനൊക്കെ ക്ലൈമാക്സ് വരുന്നത് എവിടെയാണ്? എന്തെങ്കിലും ആത്മഹത്യകളോ എന്തെങ്കിലും കൊലപാതകങ്ങളോ അതേപോലെ കുടുംബ തകർച്ചയോ ആണെന്നുള്ളതാണ്. അപ്പൊ അടുത്ത് ഒരു വിവാഹത്തിന് വേണ്ടിയിട്ട് പിന്നെ ചോദിച്ച സമയത്ത് ഒരു ചെക്കൻ പറഞ്ഞു, നല്ല പെൺകുട്ടികൾ ഉണ്ടെങ്കിൽ പറയണം എന്ന് പറഞ്ഞു. ആ പറഞ്ഞ ഉടനെ തന്നെ അവനോട് പറഞ്ഞു, ഇപ്പൊ ഫ്രഷേഴ്സിനൊന്നും കിട്ടാനില്ല, അതായത് ഫ്രഷ് ആയിട്ടുള്ള പരിശുദ്ധങ്ങളായിട്ടുള്ള കുട്ടികളെ കിട്ടാനില്ല, ഇപ്പൊ ഒക്കെ തേപ്പ് കിട്ടിയ ആളുകളുമാണ് എന്നുള്ളത്. അപ്പൊ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. നമ്മളും നമ്മുടെ കുട്ടികളും ഈ ഒരു അഫീഫ എന്നുള്ള ക്വാളിറ്റിയിലേക്ക് വിവാഹത്തിന് മുന്നേ വിവാഹത്തിന് ശേഷവും ഒക്കെ ഒരുപാട് അവിഹിത ബന്ധങ്ങൾ, ഇങ്ങനെ നമ്മൾ വിചാരിക്കാത്ത ആളുകൾ പോലും, ഇണകളുള്ള മക്കളുള്ള ആളുകൾ പോലും അവിഹിത ബന്ധങ്ങളുടെ ജസ്റ്റ് ഒരു ചാറ്റിങ്ങിൽ തുടങ്ങിയതാവും, എന്നാൽ അത് ജീവിതം ഒന്നായിട്ട് ചീറ്റ് ചെയ്തു പോകുന്ന അവസ്ഥാവിശേഷം കാണാൻ സാധിക്കും. ഇവിടെ ജീവിതത്തിന്റെ പരിശുദ്ധത കാത്തു സൂക്ഷിക്കുക എന്നുള്ളത് വിവാഹ ജീവിതത്തിന്റെ വളരെ പ്രധാനപ്പെട്ട ലക്ഷ്യമാണ്. ഇനി രണ്ടാമതായിട്ട് പ്രവാചകൻ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ വിവാഹം കഴിക്കണം, അത് നിങ്ങളുടെ കണ്ണിനെ നിയന്ത്രിക്കും, അതേപോലെ തന്നെ നിങ്ങളുടെ ജനനേന്ദ്രിയത്തെ കാത്തു സൂക്ഷിക്കുകയും ചെയ്യും. അപ്പൊ വിവാഹം കഴിഞ്ഞു എന്ന് വിചാരിച്ചിട്ട് ഈ ഒരു ക്വാളിറ്റി കിട്ടണം എന്നില്ല. എന്നാൽ അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ടുള്ള ഒരു വിവാഹ ജീവിതമാണെന്നുണ്ടെങ്കിൽ അവിടെ സമാധാനത്തോടുകൂടി ജീവിത വിശുദ്ധിയോടുകൂടി നമുക്ക് ജീവിക്കാൻ സാധിക്കും. മഹാനായ ഇമാം ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് ഒരിക്കൽ പറഞ്ഞു, فأنت إذا تزوجت فتح الله لك باب رزق يكون رزقا لزوجتك وليس الزواج سببا للفقر. അതായത് നീ വിവാഹം കഴിക്കുകയാണെങ്കിൽ അല്ലാഹു തആല നിനക്ക് വിഭവങ്ങളുടെ വാതിൽ തുറന്നു തരും. വിവാഹം എന്ന് പറയുന്നത് ഒരു ദാരിദ്ര്യത്തിന്റെ ഒരു കാരണമല്ല എന്നുള്ളതാണ്. ഇതേപോലെ വിവാഹം എന്നതിലൂടെ മനോഹരമായ ഒരു സംഗതിയിലൂടെ നമ്മൾ കൈമാറുന്ന മൂന്ന് ഇമോഷൻസ്, മൂന്ന് വികാരങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. ഒന്ന്, നിങ്ങൾക്കിടയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മവദ്ദത്തും റഹ്മത്തും പടച്ചവനാക്കിയിട്ടുണ്ട്. മവദ്ദത്ത് എന്ന് പറഞ്ഞാൽ സ്നേഹം. ആ സ്നേഹം എന്ന് പറയുന്നത് സ്വദാക്കത്തോട് കൂടിയിട്ടുള്ള സ്നേഹമാവേണ്ടതുണ്ട്. ഇണകൾ തമ്മിലുള്ളത് ഒരു ഫ്രണ്ട്ഷിപ്പോട് കൂടിയിട്ടുള്ള ഒരു സ്നേഹം. പ്രവാചകന്റെ ചരിത്രം നമുക്ക് എടുത്തു നോക്കുകയാണെങ്കിൽ അദ്ദേഹം ആ ഒരു രീതിയിൽ ജീവിച്ച ആളുകളാണ്. നമ്മളൊക്കെ കേട്ടിട്ടുള്ള ചരിത്രമാണ് ഐഷ റളിയല്ലാഹു അൻഹയുമായിട്ട് ഓട്ട മത്സരം നടത്തിയിട്ടുള്ളത്. അന്ന് ഐഷ റളിയല്ലാഹു അൻഹ ജയിച്ചു. അതിനുശേഷം ഒരിക്കൽ കുറച്ചുകൂടെ ഐഷ റളിയല്ലാഹു അൻഹ തടിയൊക്കെ വന്ന സമയത്ത് പിന്നെ കുറച്ച് വർഷങ്ങൾക്ക് ശേഷം റസൂലുള്ളാഹിയും ഐഷ റളിയല്ലാഹു അൻഹയും ഇതേപോലെ ഓട്ട മത്സരം നടത്തിയപ്പോൾ അന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജയിച്ചു. അപ്പൊ അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട്, അന്ന് ചെയ്തതിന് അല്ലെങ്കിൽ അന്ന് ഇതിനെ തോൽപ്പിച്ചതിനുള്ള പിന്നെ പ്രതികാരാണിത് എന്നുള്ളത്. അപ്പൊ അത്രയും രസകരമായിട്ട് കളർഫുൾ ആയിട്ടായിരുന്നു, അത്രയും തമാശകൾ നിറഞ്ഞ രീതിയിലായിരുന്നു അവർ ജീവിച്ചിട്ടുണ്ടായിരുന്നത്. ഇതേപോലെ തന്നെ പ്രവാചകൻ ഇങ്ങനെ ആയിഷ എവിടെയാണോ വായ വെച്ച് കുടിച്ചിട്ടുള്ളത് അതിങ്ങനെ നോക്കി നിൽക്കും. എന്നിട്ട് അതേ ഭാഗം
ഭാഗത്തുകൂടെ പ്രവാചകൻ കുടിക്കാറുണ്ടായിരുന്നു. അതേപോലെ തന്നെ ഇറച്ചി കഴിക്കുകയാണെങ്കിൽ, ഒരു ഇറച്ചി കഷ്ണം കഴിക്കുകയാണെങ്കിൽ എവിടെയാണോ തന്റെ ഇണ പിന്നെ വായ വെച്ചിട്ടുള്ളത് അതേ ഭാഗത്ത് നിന്നിട്ടും കടിക്കുന്ന ഒരു രീതിയിൽ. അപ്പൊ ഇതൊക്കെ സുന്നത്ത് വിചാരിച്ച് നമ്മൾ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ജീവിതം കുറച്ചും കൂടി ഒരു മബദ്ധത്തിലേക്ക് നീങ്ങും. ഇതേപോലെ റഹ്മത്ത് എന്ന് പറയുന്നത് കാരുണ്യമാണ്. ഈ രണ്ട് ക്വാളിറ്റികൾ, ഈ രണ്ട് വികാരങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കാൻ സാധിക്കേണ്ടതുണ്ട്. അപ്പൊ റഹ്മത്ത് എന്നൊക്കെ പറയുന്നത് ശരിക്കും നമ്മൾ നമ്മളുടെ ജീവിതത്തിന്റെ ആദ്യം മുതൽ അവസാനം വരെ നുകർന്നും പകർന്നും നിൽക്കുന്ന ഒരു കാര്യമാണ്. ഒരു മനുഷ്യന്റെ കുട്ടി എന്ന് പറഞ്ഞാല് മൃഗത്തിന്റെ കുട്ടിയേക്കാൾ അശക്തനാണ് ജനിക്കുന്ന സമയത്ത്. മൃഗത്തിന്റെ കുട്ടികൾ അങ്ങനെയാണ് നീച്ചു പോകും. എന്നാൽ മനുഷ്യന്റെ കുട്ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ ഈ ഒരു ബെഡിന് മറ്റൊരു ബെഡിലേക്ക് മാറ്റിവെക്കണം എന്നുണ്ടെങ്കിൽ മാതാവോ പിതാവോ അല്ലെങ്കിൽ ചുറ്റുമുള്ള ഏതെങ്കിലും കൈകൾ വരണം. അന്ന് അള്ളാഹ് അവരിലൂടെ റഹ്മത്ത് നമുക്ക് ചൊരിഞ്ഞു തന്നു. അവരുടെ റഹ്മത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ വളർന്നു. വിവാഹ ജീവിതത്തിലും അല്ലാഹു തആല വജഅല ബൈനക്കും മവദ്ദത്തൻ വറഹ്മ, അവിടെയും അള്ളാഹു റഹ്മത്തിനെ പ്രതിപാദിച്ചു. മൂന്നാമതായിട്ട് മാതാപിതാക്കൾക്ക് വേണ്ടിയിട്ട് പറയുന്ന കൽപ്പനയിൽ പറയുന്നുണ്ട് വഖ്ഫിൽ ലഹുമ ജനാഹ ദുല്ലി മിനർ റഹ്മ, അവർക്ക് നിങ്ങൾ കാരുണ്യത്തിന്റെ ചിറക് ഇങ്ങനെ താഴ്ത്തി കൊടുക്കണം. ഇതേപോലെ അവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയിൽ പറയുന്നുണ്ട് റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സ്വഗീറ, ചെറുപ്പത്തിൽ എന്നോട് കാരുണ്യം കാണിച്ചതുപോലെ അവരോട് നീ കാരുണ്യം കാണിക്കണേ എന്നുള്ളത്. അപ്പൊ റഹ്മത്ത് എന്ന് പറയുന്നത്, കാരുണ്യം എന്ന് പറയുന്നത് നമ്മുടെ മനുഷ്യ ജീവിതത്തിൽ ആദ്യം മുതൽ അവസാനം വരെ നമ്മൾ നുകർന്നും പകർന്നും നിൽക്കുന്ന ഒരു കാര്യമാണ്. അപ്പൊ ഇതും ഇണകളായിട്ട് ജീവിക്കുന്ന വൈവാഹിക ജീവിതത്തിൽ നന്നായിട്ട് വേണം അല്ലെ. പലപ്പോഴും നമ്മള് വേറെയുള്ള ആൾക്കാരോട് നമ്മൾ റഹ്മത്ത് കാണിക്കും, എന്നാൽ നമ്മളുടെ ഭാര്യമാരിൽ നിന്നോ നമ്മുടെ ഭർത്താക്കന്മാരിൽ എന്തെങ്കിലും വേണ്ടാത്തത് അല്ലെങ്കിൽ നമുക്ക് സഹിക്കാൻ കഴിയാത്തത് അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയ പ്രശ്നങ്ങളെ ഉണ്ടാവുള്ളൂ, അപ്പോ ഒന്ന് പൊട്ടിത്തെറിക്കാൻ നിൽക്കുക, അവിടെ ആ ഒരു റഹ്മത്ത് ഇട്ട് കളയാണ്. അങ്ങനെ ഉണ്ടാവാൻ പാടില്ല. ആ ഒരു റഹ്മത്ത് അവിടെ അവർക്ക് കാരുണ്യം അവർക്ക് കൊടുക്കാൻ സാധിക്കുക. മറ്റൊന്നിൽ തസ്കുനു ഇലൈഹ, മൂന്നാമത്തെ സക്കീനത്ത് ഉണ്ടാവുക, സമാധാനം ഉണ്ടാവുക എന്നുള്ളതാണ്. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സമാധാനം കൊടുക്കാൻ സാധിക്കേണ്ടതുണ്ട്. നമ്മുടെ വിജയത്തിലും നമ്മുടെ ദുഃഖത്തിലും നമ്മുടെ കൂടെ നിൽക്കുന്ന വളരെ സപ്പോർട്ട് ആയിട്ടുള്ളൊരു ഈണ ഉണ്ടാവേണ്ടതുണ്ട്. ഇപ്പൊ നമ്മൾക്കറിയാം പുറത്തുനിന്നുള്ള ഒരാൾ എന്ന് പറയുന്നത്, പുറത്തുനിന്നൊരു ഭർത്താവ് വരികയാണ്, അയാൾ ഒരു പക്ഷേ ജോലി തിരക്കുകൾ ഉണ്ടാകാം, ജോലി സ്ഥലങ്ങളിലുള്ള സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാകാം. ഇവിടെ വീട്ടിലേക്ക് വരുന്ന സമയത്ത് നമ്മുടെ വക ഒരു ലോഡും കൂടി ഒരു തലയിൽ കൊണ്ടുവെക്കുന്ന ഒരു സിസ്റ്റം ഉണ്ടാവാൻ പാടില്ല. നമുക്ക് അവിടെ ഒരു ഷെൽട്ടർ ആയിട്ട് ഒരു സപ്പോർട്ടായിട്ട് നിൽക്കാൻ നമുക്ക് സാധിക്കുക. ഇതേപോലെ തന്നെ വീട്ടിലുള്ള പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം കുട്ടികൾ ഉണ്ടാവും അല്ലെ, ഇഷ്ടംപോലെ കുട്ടികളുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒന്നോ രണ്ടോ മക്കൾ ഉണ്ടായാൽ തന്നെ നമുക്കറിയാം ഇവരെ മാനേജ് ചെയ്തിട്ടും വീട്ടിലെ ജോലികൾ ഉണ്ടായിട്ടും ഓരോ ആളുകൾക്കും ഓരോ സാഹചര്യമാണ്. ചില ആൾക്കാർ പറയും ഓളെ കണ്ടുപഠിച്ചൂടെ, ശരിക്കും അത് ഒരിക്കലും അങ്ങനെ പറയാൻ പാടില്ല. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോ ആൾക്കാരും വ്യത്യസ്തനാണ്. അവരുടെ വീടുകളുടെ സ്ക്വയർ ഫീറ്റുകൾ പോലും വ്യത്യസ്തമാണ്, വീട്ടിലെ സാഹചര്യങ്ങൾ പോലും വ്യത്യസ്തമാണ്. അപ്പൊ ഇതിൻ്റെതായിട്ടുള്ള ചില സ്ട്രെസ്സുകൾ ഒരു പക്ഷേ പെണ്ണിനും ഉണ്ടാവാറുണ്ട്. അപ്പൊ ഇവിടെ കയറി വരുന്ന ഇനെ ശ്രദ്ധിക്കേണ്ടത് അതിനൊരു സാന്ത്വനമായിട്ട് അതിനൊരു ഷെൽട്ടറായിട്ട് എനിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അതേ രീതിയിൽ സക്കീനത്ത് കൊടുക്കാൻ സാധിക്കുക, സമാധാനം കൊടുക്കാൻ സാധിക്കുക എന്ന് പറയുന്നത് പ്രവാചകന്റെ ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും. മൻ തസവ്വജ ഫഖദ് ഇസ്തക്മല നിസ്ഫൽ ഈമാൻ ഫൽയത്തഖില്ലാ ഫി നിസ്ഫിൽ ബാഖി, ആരെങ്കിലും വിവാഹം കഴിക്കുകയാണെങ്കിൽ അവന്റെ ഈമാന്റെ പകുതി പൂർത്തിയായി കഴിഞ്ഞു, ബാക്കിയുള്ളത് അവൻ എന്താണ് സൂക്ഷ്മത പാലിക്കട്ടെ എന്നുള്ളതാണ്. അപ്പോൾ ഇത്രയും മഹത്തായ ഒരു സംവിധാനമായിട്ടാണ് വിശുദ്ധ ഖുർആനിലും ഹദീസിലും നമുക്ക് നോക്കുകയാണെങ്കിൽ വിവാഹത്തെ കാണാൻ സാധിക്കുന്നത്. എന്നാൽ ഇന്ന് വിവാഹ സംവിധാനത്തെ എതിർക്കുന്ന രീതിയിൽ ഒരുപാട് കാര്യങ്ങൾ വരികയാണ്, ഒരുപാട് ഇസങ്ങൾ, ഒരുപാട് കാഴ്ചപ്പാടുകൾ നമുക്ക് കാണാൻ സാധിക്കും. അതിലൊന്നാണ് ആൺ പെൺ സൗഹൃദങ്ങൾ. നമ്മുടെ ക്യാമ്പസുകളിൽ പോയാലും സ്കൂൾ തലങ്ങളിലൊക്കെ പോകുന്ന സമയത്ത് നമുക്ക് കാണാൻ, ഇപ്പൊ ഒന്ന് ടച്ച് ചെയ്യുന്നതിനോ ഒന്ന് പിടിക്കണേനോ അല്ലെങ്കിൽ ഒരുമിച്ച് യാത്ര ചെയ്യുന്നതിനോ ഒരു വിലക്കുമില്ലാത്ത രീതിയിൽ അതൊക്കെ ഒരു വളരെ നിസ്സാരതയായിട്ടാണ് നമ്മുടെ കുട്ടികൾ കാണുന്നത്. ബെസ്റ്റി സമ്പ്രദായം, നമുക്ക് നമ്മുടെ ഇമോഷൻസ് കൈമാറാൻ, ഇന്ന് രാവിലെ എണീറ്റ മുതലുള്ള കാര്യങ്ങൾ നമ്മൾ കൈമാറുകയാണ് ഏറ്റവും നല്ല ബെസ്റ്റിയോട്, നമ്മൾ മാനസികമായിട്ട് നമ്മൾ അടുത്തുകൊണ്ടിരിക്കുന്ന ഒരു രീതിയിൽ ആൺ പെൺ സൗഹൃദങ്ങൾ. ഇതേപോലെ തന്നെ റിലേഷൻസ്, ഇപ്പോൾ റിലേഷനിലാവുക, കമ്മിറ്റഡ് ആവുക, അതേപോലെ ബ്രേക്കപ്പ് ആവുക എന്നുള്ളത് ഒരു ട്രെൻഡിങ് വേർഡ്സ് ആണ് അല്ലെ, ട്രെൻഡായി മാറിക്കൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് നിങ്ങൾ ആലോചിക്കുക, ശരിക്കും യൂട്യൂബ് ചാനലുകളൊക്കെ നമ്മൾ തുറന്നു നോക്കുന്ന സമയത്ത് ഇതേപോലുള്ള വിവാഹം കഴിക്കാത്ത കുറെ കപ്പിൾസിനെ കൊണ്ടേയിരുത്തും, എന്നിട്ട് ഇവരെ ഇന്റർവ്യൂ നടത്തുകയാണ്. ഇവര് പറയാണ് ഞങ്ങൾ ഇങ്ങനെയാണ് ജീവിക്കുന്നത്, ഞങ്ങൾ ഇങ്ങനെയാണ് ഒളിച്ചോടിയിട്ടുള്ളത്. ഇവർക്ക് റീച്ച് കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെ ഇവരുടെ കാര്യങ്ങൾ ഇങ്ങനെ പറയും. ഇത് കണ്ടിരിക്കുന്ന നമ്മുടെ മക്കൾ ശരിക്കും പക്ക വ്യഭിചാരം ചെയ്തൊരു ടീമിനെയാണ് ഇവിടെ കൊണ്ടുവന്ന് ഇന്റർവ്യൂവിന് കൊണ്ടേ ഇരുത്തുന്നത്. അതേപോലെ തന്നെ ഇവരെ പറയുന്ന പേര് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ എന്നുള്ളതാണ്. അപ്പൊ ഇതിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മളെ കുട്ടികൾ എന്താണ് കുടുംബജീവിതം, എന്താണ് ഇസ്ലാമിലെ വിവാഹ ജീവിതം എന്നറിയാതെ വളർന്നുകൊണ്ടിരിക്കുന്ന നമ്മളെ കുട്ടികൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇവര് ബ്രെയിൻ വാഷ് ചെയ്യപ്പെടും. ഇതൊരു നിസ്സാരമാണ്, ഇന്നിപ്പോ എല്ലാവരും ചെയ്യുന്ന കാര്യമാണ്. എന്നാൽ അങ്ങനെ ആ ഒരു രീതിയിലേക്ക് പോവുകയാണ് അവരുടെ ചിന്ത. എന്നാൽ വിശുദ്ധ ഖുർആനിൽ ഇതിനെക്കുറിച്ച്
പറഞ്ഞിട്ടുള്ളത് വലാ തഖറബു സിന, നിങ്ങൾ സിനയോട് അടുക്കരുത്, സിന ചെയ്യരുത് എന്നല്ല പറഞ്ഞിട്ടുള്ളത്, സിനയോട് നിങ്ങൾ അടുക്കരുത്. കണ്ണുകൾ തമ്മിലുള്ള നോട്ടം അതൊരു വ്യഭിചാരമാണ്. നമ്മൾ സംസാരിക്കുന്ന ചാറ്റിംഗ്, നമ്മളുടെ ചെവി, ഇങ്ങനെ ഓരോ അവയവത്തിനും എന്ത് ചെയ്യുന്നുണ്ട്? വ്യഭിചാരത്തിന്റെ കുറ്റമുണ്ട്. വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം പഠിച്ചോനെ ആ ഫസ്റ്റത്തെ ഡോർ തന്നെ അവിടെ ക്ലോസ് ചെയ്യാണ്, നമ്മുടെ കണ്ണുകൾ താഴ്ത്താൻ പറഞ്ഞിട്ട്. അപ്പൊ ഇതൊക്കെ നമ്മളുടെ മക്കളുടെ തെർബിയത്തിന്റെ വിഷയത്തിൽ, മക്കളെ വളർത്തിക്കൊണ്ടിരിക്കുന്ന വിഷയത്തിൽ നമുക്കിതൊക്കെ നന്നായിട്ട് കുട്ടികൾക്ക് കൊടുക്കാൻ സാധിക്കേണ്ടതുണ്ട്. നമ്മൾ അവരുടെ കോഴ്സിന്റെ ഭാഗമായിട്ട് പല പുസ്തകങ്ങളും വാങ്ങിക്കൊടുക്കാറുണ്ട്. നിർബന്ധ ബുദ്ധിയേന അവരോടത് വായിക്കണം എന്ന് നമ്മൾ പറയാറുണ്ട്. എന്നാൽ കുടുംബ ജീവിതത്തെ കുറിച്ച് നമുക്കുണ്ടായിരിക്കേണ്ട അത്തരത്തിലുള്ള പുസ്തകങ്ങൾ അവർക്ക് വായിച്ചു കൊടുക്കുകയും പ്രീമാറ്റൽ സെഷൻസ് അങ്ങനെയുള്ള സെഷനുകളിൽ അവരെ പങ്കെടുപ്പിക്കുകയും ചെയ്യേണ്ടതുണ്ട്. ആരാണ് ഉമ്മ, ആരാണ് വാപ്പ, എന്താണ് ഇണകൾ, എന്താണ് മക്കൾ, എന്താണ് ഇസ്ലാമിലെ കുടുംബജീവിതം, പ്രവാചകന്റെ കുടുംബജീവിതം എങ്ങനെയാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുട്ടികൾക്ക് കൊടുക്കുക അവരുടെ തെർബിയത്തിന്റെ ആ ഒരു ഘട്ടത്തിൽ. ഇതേപോലെ നമുക്ക് കാണാൻ സാധിക്കും ലിവിങ് ടുഗദർ. എന്താണ് ലിവിങ് ടുഗദർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, വിവാഹം കഴിക്കാതെ, നിക്കാഹ് കഴിക്കാതെ നമുക്ക് എപ്പോഴാണോ അങ്ങനെ ജീവിക്കുക, എപ്പോഴാണോ മടുക്കുന്നത് അപ്പം ബ്രേക്കപ്പ് ആവുന്ന, അപ്പം പിരിയുന്നൊരവസ്ഥ. അപ്പൊ സാധാരണ പറയാറുണ്ട്, പാറി നടക്കും പക്ഷികളൊന്നും വേലി കഴിക്കാറില്ല. എന്നിട്ട് അവസാനം പറയുന്നുണ്ട്, തമ്മിൽ മടുത്തു കഴിഞ്ഞാൽ ഗുഡ് ബൈ ചൊല്ലി പിരിയാം. ഇതേ രീതിയിൽ അതേ ലാഘവത്തോട്, ഡ്രസ്സ് ചേഞ്ച് ചെയ്യുന്ന ലാഘവത്തോട് കൂടിയിട്ട് ഇത്തരം റിലേഷൻസിനെ മാറ്റുക. ഞാനിപ്പോ അടുത്ത സ്റ്റുഡൻസ് വിങ്ങിന്റെ ക്യാമ്പിൽ പോയപ്പോൾ അവിടെ കുട്ടികൾ എനിക്ക് പുതിയൊരു സാധനത്തെ കുറിച്ച് പറഞ്ഞു, സിറ്റുവേഷൻഷിപ്പ്. ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ നമുക്ക് എന്താണോ തോന്നുന്നത് അത് ചെയ്യാം, അത് കഴിഞ്ഞാൽ അതിൽ നഷ്ടപരിഹാരം അങ്ങോട്ടും ഇങ്ങോട്ടും പറയില്ല. ഒരു കമ്മിറ്റ്മെന്റ് ഇല്ലാത്ത രീതിയിൽ എന്താണോ ഇന്നത്തെ സാഹചര്യത്തിൽ, ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമുക്ക് ചെയ്യാൻ തോന്നുന്നത് അത് ചെയ്യുന്ന രീതിയിൽ അത്രയും മോശമായിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥാവിശേഷം. ലെസബിയൻ കപ്പിൾസ് നമ്മൾ കേൾക്കാറുണ്ട് അല്ലെ, ആണും ആണും പെണ്ണും പെണ്ണും, ഞങ്ങൾക്ക് ഇങ്ങനെയാണ് വികാരം തോന്നുന്നത്, ആ ഒരു രീതിയിൽ ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം ഞങ്ങൾക്ക് വേണം എന്ന് പറഞ്ഞിറങ്ങുന്നവർ. വി ഡോണ്ട് വാണ്ട് ടു ഗെറ്റ് മാരീഡ്, ഞങ്ങൾക്ക് വിവാഹം തന്നെ വേണ്ട എന്ന് പറയുന്ന ആളുകളും. ഇനി ഫെമിനിസം പോലെയുള്ള അപകടകരമായിട്ടുള്ള സിദ്ധാന്തങ്ങളുണ്ട്. വീട് ഒരു കാരാഗ്രഹവും കുട്ടികൾ ഒരു ചങ്ങലയുമാണ് എന്നൊക്കെ പറയുന്ന അപകടകരമായിട്ടുള്ള സിദ്ധാന്തങ്ങൾ. അപ്പോ ഇവിടെ എന്താണ് ഇസ്ലാമിക ജീവിതം? ഇതിന് വേണ്ടിയിട്ടാണ് ശരിക്കും ഇന്ന് ഒരുപാട് സ്ഥലങ്ങളില് ഇപ്പൊ കഴിഞ്ഞ മാസങ്ങളിലായിട്ട് ഇതിനെക്കുറിച്ചുള്ള ഒരു ധാരണ കുട്ടികൾക്കും നമ്മുടെ കുടുംബങ്ങൾക്കും ഉമ്മമാർക്കും അപ്പമാർക്കും ഉണ്ടാകണം എന്നുള്ള, അങ്ങനെ കുടുംബ വിജയത്തെ അടിസ്ഥാനമാക്കിയിട്ട് അത് ലക്ഷ്യം വെച്ചുകൊണ്ട് കുടുംബത്തോടെ സ്വർഗത്തിലേക്ക് പോകണം എന്ന് ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഇത്തരം ക്യാമ്പയിനുകൾ ഇതിന് പിന്നിലുള്ള സംഘാടകരും ഒക്കെ നിയത്ത് വെക്കുന്നത്. ഇൻഷാ അല്ലാഹു ഇത് സ്വീകരിക്കുമാറാകട്ടെ. അപ്പൊ ആ ഒരു രീതിയിൽ കൊണ്ടുപോകുന്ന ഒരവസ്ഥ. അപ്പോ നമ്മളുടെ ശരിക്കും ഓരോ വിവാഹ അന്വേഷണങ്ങൾ വരുന്ന സമയത്താണ് ഞങ്ങൾക്ക് കരിയർ ഒന്ന് സെറ്റ് ആവട്ടെ, അല്ലെങ്കിൽ ഫിനാൻഷ്യൽ നമുക്ക് ഇൻഡിപെൻഡന്റ് ആവണം, സാമ്പത്തികമായിട്ടൊന്ന് സുസ്ഥിരത വേണം എന്നുള്ളതിന്റെ പേരിൽ ചിലപ്പം വിവാഹം തന്നെ വേണ്ട എന്ന് പറയുന്ന ആളുകളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അല്ലെങ്കിൽ വിവാഹം വല്ലാതെ വൈകിപ്പിക്കുന്ന ഒരവസ്ഥ. നമ്മൾ ആലോചിക്കേണ്ട ഒരു വിഷയം, ഇതൊക്കെ ഈ കാര്യങ്ങളിലൊക്കെ മുന്നോട്ട് നിൽക്കേണ്ട ആളുകളാണ് നമ്മൾ. നമുക്ക് നല്ല കരിയർ വേണം, നല്ല വിദ്യാഭ്യാസം വേണം, നല്ല രീതിയിൽ ഇസ്ലാമികമായ വനിത പെണ്ണ് ഉയർന്നു വരേണ്ടതുണ്ട്. എന്നാൽ അതോടൊപ്പം തന്നെ നമ്മളും നമ്മുടെ കുട്ടികളും ലക്ഷ്യം വെക്കേണ്ട ഒന്നാണ് നല്ല കുടുംബിനിയാവുക എന്നുള്ളത്. ഇതും നമ്മുടെ വലിയൊരു ലക്ഷ്യമാണ്. നിന്റെ അമ്മ ഈ ഒരു രീതിയിൽ ഇസ്ലാമിക കുടുംബം നയിക്കുന്നുണ്ട്, ഇതിനേക്കാൾ ഉഷാറായിട്ട് എനിക്ക് നയിക്കാനുള്ള ആ ഒരു സ്വപ്നം വെച്ചിട്ട് ഈ കുട്ടികള് ഇത്തരം കാര്യങ്ങളൊക്കെ ലക്ഷ്യം വെക്കുന്നതോടൊപ്പം തന്നെ ഈ ഒരു ഇസ്ലാമിക കുടുംബം അല്ലെങ്കിൽ കുടുംബനാഥനാവേണ്ടതുണ്ട്, കുടുംബനാഥയാവേണ്ടതുണ്ട് എന്നുള്ള ലക്ഷ്യം കൂടി നമ്മൾ വെക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. ഇനി വിവാഹത്തിലേക്ക് കടക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം എന്ന് പറയുന്നത്, എങ്ങനെയുള്ള ആളുകളെയാണ് നമ്മൾ വിവാഹത്തിൽ ചൂസ് ചെയ്യേണ്ടത്? അവിടെ പറയുന്നുണ്ട്, ഒരു ആണിനും ഒരു പെണ്ണിനും ഉണ്ടായിരിക്കേണ്ട ക്വാളിറ്റികൾ രണ്ട് സൂറത്തുകളിലായിട്ട് പറയുന്നുണ്ട്. അതിലൊന്ന് മുഹ്സനാത്തിൻ ഗൈറ മുസാഫിഹാത്തിൻ വലാ മുത്തഖിദാത്തി അഖ്ദാൻ. ആൺകുട്ടിയുടെ വിഷയത്തിൽ പറയുന്നുണ്ട് മുഹ്സിനീന ഗൈറ മുസാഫിഹീന വലാ മുത്തഖിദി അഖ്ദാൻ. ചാരിത്ര ശുദ്ധിയുള്ള ആളുകളാവണം, പതിവ്രതകളായിട്ടുള്ള ആളുകളും മ്ലേച്ഛവൃത്തികൾ ചെയ്യാത്ത ആളുകൾ, അഥവാ വ്യഭിചാരം പോലെയുള്ള മ്ലേച്ഛമായിട്ടുള്ള തിന്മകൾ ചെയ്യാത്ത ആളുകൾ. മൂന്നാമത്തെ ഒരു ക്വാളിറ്റി എന്ന് പറയുന്നത് രഹസ്യ കാമുകന്മാരെ സ്വീകരിക്കാത്ത ആളുകൾ. ഇങ്ങനെയുള്ള ആളുകളെ ആയിരിക്കേണ്ടതുണ്ട് നമ്മൾ വിവാഹം ചെയ്യേണ്ടത്. ഇപ്പം നല്ല ദീനും ഹുൽക്കുമുള്ള, നല്ല സ്വഭാവവും ദീനുമുള്ള ഒരു ആൺകുട്ടി നമ്മുടെ കുട്ടികളെ വന്നിട്ട് വിവാഹം അന്വേഷിക്കുകയാണെങ്കിൽ അവർക്ക് നിങ്ങൾ വിവാഹം കഴിച്ചു കൊടുക്കണം. ഇത് പ്രവാചകന്റെ കൽപ്പനയാണ്. ഇതേപോലെ തന്നെ പെണ്ണിനെ കുറിച്ച് പറഞ്ഞുകൊടുത്തും പറയുന്നുണ്ട്. ശരിക്കും സമൂഹത്തില് 4 കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഒരു പെണ്ണ് വിവാഹം ചെയ്യപ്പെടുന്നത്. തുൻകഹുൽ മർഅ ലി അർബ.
ലിമാലിഹ വലി ഹസബിഹ വലി ജമാലിഹ വലി ദീനിഹ. ഒന്ന് ലിമാലിഹ, മാലിഹ അവളുടെ ധനത്തിന് വേണ്ടിയിട്ട് ബാക്ക്ഗ്രൗണ്ട് നോക്കിയിട്ട് നമുക്ക് മുട്ടാൻ പറ്റിയ ടീമാണ്, അപ്പൊ ആ ഒരു രീതിയിൽ മുട്ടാം എന്നുള്ള രീതിയിൽ അതിന് പ്രിയോറിറ്റി കൊടുത്തിട്ട് സാമ്പത്തികമായിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് മാത്രം നോക്കിയിട്ട് അതിന് പ്രിയോറിറ്റി കൊടുത്ത് വിവാഹം അന്വേഷിക്കുന്ന ആളുകൾ. രണ്ടാമത്തെ ഒരു വിഭാഗം എന്ന് പറയുന്നത് വലി ഹസബിഹ, അവളുടെ തറവാട് മഹിമ, അതിന്റെ തറവാട്ടാരാണ് എന്നുള്ളതിൽ ഊന്നിക്കൊണ്ട് വിവാഹം അന്വേഷിക്കുന്ന ആളുകൾ. മൂന്നാമത്തെ ഒരു വിഭാഗം എന്ന് പറയുന്നത് വലി ജമാലിഹ, അവളുടെ ബ്യൂട്ടി, അവളുടെ ഭംഗി, അവളുടെ സൗന്ദര്യം, അവളുടെ നിറം, ഇതിന് പ്രാധാന്യം നൽകിക്കൊണ്ട് വിവാഹം കഴിക്കുന്ന ആളുകൾ. മറ്റൊന്ന് വലി ദീനിഹ, അവളുടെ മതബോധം നോക്കിയിട്ട് വിവാഹം ചെയ്യാം. ഒന്ന് ആലോചിച്ച് നോക്കൂ. എന്നിട്ട് പ്രവാചകൻ പറഞ്ഞിട്ടുള്ളത് ഫൽഫർ ബിദാത്തി ദീൻ തറബത്തി യദാത്, ഇതിൽ നിങ്ങൾ ദീന് നോക്കിയിട്ട് വിവാഹം കഴിക്കേണ്ടതുണ്ട്. അത് നിങ്ങളുടെ ജീവിതത്തിൽ ഐശ്വര്യം കൊണ്ടുവരും എന്നുള്ളതാണ്. പലപ്പോഴും ഈ മൂന്നെണ്ണം, ആദ്യം പറഞ്ഞ മൂന്നെണ്ണം ഉണ്ടായി അവസാനത്തില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മറ്റേത് മൂന്നെണ്ണം ഉണ്ടായിട്ടും ഒരു കാര്യം ഉണ്ടാവില്ല എന്നല്ല, ഭൗതികമായിട്ട് നമുക്ക് അങ്ങനെ ജീവിച്ചു പോകാം. എന്നാൽ ദീൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് ഈ ലോകത്തും പരലോകത്തും സമാധാനം നൽകുന്ന, നമുക്ക് വിജയം നൽകുന്ന ഒന്നായിരിക്കേണ്ടതുണ്ട്. അപ്പോൾ നമ്മുടെയൊക്കെ പ്രപ്പോസൽ വരുന്ന സമയത്ത് ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ ഇപ്പോഴത്തെ കാണുന്ന ഒരു ട്രെൻഡാണ് കുറെ കാലം പ്രേമിച്ച് നടന്നതിന് ശേഷം വിവാഹത്തിലേക്ക് എത്തിപ്പെടുക, എന്നിട്ട് ഉമ്മനും വാപ്പനും പോയിട്ട് കാണുന്ന ഒരവസ്ഥ. നമ്മൾ ആലോചിക്കേണ്ട ഒരു വിഷയം, നമ്മൾ തെരഞ്ഞെടുക്കുന്ന പെൺകുട്ടിക്ക് ആൺകുട്ടിക്ക് ഈ ഒരു രീതിയിലുള്ള ക്വാളിറ്റി ഉണ്ടാവണം എന്ന് നമുക്കൊരു ആഗ്രഹം ഉണ്ടാവണം. നമ്മൾ അള്ളാഹിനോട് ദുആ ചെയ്തുകൊണ്ടിരിക്കുക. ഇതേപോലെ നമ്മൾ വളർത്തുന്ന ആൺകുട്ടി പെൺകുട്ടി ഈ ക്വാളിറ്റി ഉള്ളവരാകണം, അവരെ ആ ഒരു തലത്തിലേക്ക് എത്തിക്കണം എന്നുള്ള ലക്ഷ്യബോധത്തോടു കൂടിയിട്ട് മക്കളെ വളർത്താൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ഇപ്പൊ പലപ്പോഴും നമുക്ക് കാണാൻ സാധിക്കും, ഈ പ്രേമം എന്ന് പറയുന്നത് ശരിക്കും ഒരു കണ്ണുമൂക്കില്ലാത്തൊരു സാധനമാണ്. ആരെങ്കിലുമൊക്കെ പ്രേമിച്ചിട്ട് അവസാനം കുറെ കൊണ്ട് നടന്നിട്ട് അവസാനം വീട്ടിൽ പറയുന്ന ഒരു അവസ്ഥ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നെ അബൂബക്കർ റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്, ആർക്കെങ്കിലും പിന്നെ പ്രപ്പോസൽ ചെയ്യുന്ന ഒരു രീതി എന്ന് പറയുന്നത്, ഒരു പെണ്ണിനെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അവളുടെ വാപ്പയുടെ അടുത്തോ അവളുടെ സഹോദരന്റെ അടുത്തോ അന്വേഷിച്ചിട്ട് പിന്നെ ചെന്ന് കാര്യം പറയണം എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുള്ള ഇത്തരം കാര്യങ്ങൾ നമ്മുടെ സെലക്ഷനിൽ ഉണ്ടാവേണ്ടതുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ശരിക്കും ദുനിയാവിൽ നമ്മൾ എത്രയോ കുന്നുകൂട്ടിയിട്ട് സമ്പത്ത് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ കൂടിയിട്ട് മൂന്ന് കാര്യം ഒരാൾക്ക് ഉണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അയാള് ഈ ദുനിയാവിൽ എത്ര സമ്പത്ത് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലും അതിനേക്കാൾ അയാൾക്ക് ഹൈറായിട്ടുള്ളതാണ്. ഏതാണ് ആ ഒരു ഹൈറായിട്ടുള്ള കാര്യം? നമ്മൾ സമാധാനമുള്ള കുടുംബജീവിതം നയിക്കണേല് നമുക്ക് ഉണ്ടായിരിക്കേണ്ട മൂന്നെണ്ണമാണ് കൽബുൻ ഷാക്കിർ. കൽബുൻ ഷാക്കിർ എന്താണ് കൽബുൻ ഷാക്കിർ എന്ന് പറഞ്ഞാല്? നന്ദിയുള്ള കൽബ് നമുക്ക് ഉണ്ടാവേണ്ടതുണ്ട്. ഒരു സാറ്റിസ്ഫിക്കേഷൻ മനസ്സിൽ ഉണ്ടാവേണ്ടതുണ്ട്. ഒരുപാട് ഐശ്വര്യം ഇങ്ങനെ കാണാൻ എന്നുള്ള രീതിയിൽ നമുക്ക് സമ്പത്ത് ഉണ്ടാവുക എന്നുള്ളതല്ല, മാനസികമായിട്ടുള്ള ഐശ്വര്യം. അതാണ് ഏറ്റവും വലിയൊരു ഹൈർ എന്ന് പറയുന്നത്. പടച്ച റബ്ബ് എനിക്ക് തന്നതിൽ, അള്ളാഹ് തന്നിട്ടുള്ള ചെറിയ ചെറിയ കാര്യങ്ങളിൽ പോലും ശുക്ർ കണ്ടെത്താൻ സാധിക്കേണ്ടതുണ്ട്. ഇപ്പൊ ഒരു പച്ചവെള്ളം നമ്മൾ എടുത്ത് കുടിക്കുകയാണ്, ആ കുടിക്കുന്ന സമയത്തൊന്ന് ആലോചിച്ച് നോക്കൂ, റബ്ബിന്റെ എത്രത്തോളം അനുഗ്രഹങ്ങളാണ് നമ്മളിങ്ങനെ ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നത്. ആ വെള്ളം നമ്മളെ കയ്യിലേക്ക് എത്തണം എന്നുണ്ടെങ്കിൽ പടച്ച റബ്ബിന്റെ തൗഫീക്ക് വേണം. അല്ല അതെടുത്തിട്ട് ഈ കൈയോടൊന്ന് കുടിക്കണം എന്നുണ്ടെങ്കിൽ, ഈ വായിലേക്ക് ഒന്ന് വെക്കണം എന്നുണ്ടെങ്കിൽ, അതൊന്ന് ടേസ്റ്റ് അനുഭവിക്കണം എന്നുണ്ടെങ്കിൽ അതിന്റെ ഡൈജസ്റ്റ്, മലമൂത്ര വിസർജനം, ഇങ്ങനെ തുടങ്ങി ഒരുപാട് നിയമത്തുകൾ അതിൽ വരുന്നുണ്ട്. അപ്പൊ ഇത് ഇങ്ങനെ ഓരോന്നിങ്ങനെ ആലോചിച്ചിട്ട് ശരിക്കും അതിന് ശുക്റുള്ളൊരു മനസ്സ്, അപ്പൊ ചെറുതൊന്ന് കിട്ടിയാൽ മതി, നമുക്ക് എന്ത് ചെയ്യും? പടച്ച റബ്ബിനോടുള്ള ആ ഒരു ശുക്ർ മനസ്സിൽ നിറയും. അല്ലാതെ വീട്ടിൽ ഇങ്ങനെ എപ്പോഴും കംപ്ലൈന്റ് ബോക്സുകളായിട്ട് മാറേണ്ട ആൾക്കാരല്ല. അതില്ല എന്നുള്ള രീതിയിൽ നമുക്ക് കിട്ടുന്ന സുഖസൗകര്യങ്ങൾ പോരാ എന്നുള്ള രീതിയിൽ ഇങ്ങനെ പറയുന്ന കംപ്ലൈന്റ് ബോക്സുകളല്ല നമ്മളിൽ നിന്ന് നല്ലതേ വരാൻ പാടുള്ളൂ. ആ നല്ലത് വരണം എന്നുണ്ടെങ്കിൽ ആദ്യം ഈ കൽബ് ഉണ്ടാവേണ്ടതുണ്ട്. പടച്ച റബ്ബിന്റെ നോട്ടം എത്തുന്നത് നമ്മളെ പൈസയിലേക്കോ നമ്മുടെ രൂപങ്ങളിലേക്കോ ഒന്നല്ല, നമ്മുടെ ഹൃദയത്തിലേക്കാണ്. നമ്മുടെ ഹൃദയം ഏറ്റവും മൊഞ്ചാക്കേണ്ട ഒരു സ്ഥലമാണ്. അള്ളാഹു നോക്കുന്നുണ്ട്, കാരണം പടച്ച റബ്ബിന്റെ നോട്ടം എത്തുന്നത് അങ്ങോട്ടാണ്. അപ്പോൾ ഈ ഒരു കൽബുൻ ശുക്രോട് കൂടിയിട്ട് കുടുംബജീവിതം നയിക്കാൻ സാധിക്കുക. മറ്റൊന്നെന്ന് പറയുന്നത് വലിസാനുൻ ദാക്കിറുൻ എന്നുള്ളതാണ്. വലിസാനുൻ ദാക്കിറുൻ, സ്മരണയുള്ള നാവ് നമുക്ക് ഉണ്ടാവുക. ഇപ്പോ നമ്മൾ രാവിലെ അദ്കാർ സ്വബാഹിൽ ചൊല്ലാറുണ്ട്, റദീതു ബില്ലാഹി റബ്ബ വബിൽ ഇസ്ലാമി ദീന വബി മുഹമ്മദി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബിയ. അള്ളാഹനെ ഞാൻ റബ്ബായിട്ട് തൃപ്തിപ്പെട്ടു, പ്രവാചകനെ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഞാൻ പ്രവാചകനായിട്ട് തൃപ്തിപ്പെട്ടു. മൂന്നാമത്തെ എന്ന് പറയുന്നത് ഇസ്ലാമിനെ ഞാൻ ദീനായിട്ട് തൃപ്തിപ്പെട്ടു. ഈ ഒരു തൃപ്തി എന്ന് പറയുന്നത് നമ്മുടെ വാക്കാൽ പറയേണ്ട ഒന്നല്ല, വാക്കുകൊണ്ട് നമ്മൾ പറയുമെങ്കിലും അത് നമ്മുടെ ഉള്ളിലേക്ക് ഇറങ്ങേണ്ട ഒരു കാര്യമാണ്. പടച്ച റബ്ബ് എനിക്ക് എന്ത് തന്നിട്ടുണ്ടോ, റബ്ബ് എന്ന് പറഞ്ഞാൽ ശരിക്കും നമ്മളങ്ങനെ പടിപടിയായിട്ട് വളർത്തുന്നവൻ എന്നാണ്. അല്ല അങ്ങനെ ഓരോ സ്റ്റെപ്പ്, നമ്മളാരും ഈ ഒരു സ്ട്രോങ്ങിൽ വന്ന ആളുകളല്ല. നമുക്കൊക്കെ മുന്നേ ഓരോ കാലഘട്ടങ്ങൾ കഴിഞ്ഞു പോയിട്ടുണ്ട്. അന്ന് അള്ളാന്റെ റഹ്മത്തോടെ നമ്മൾ പടച്ച റബ്ബ് നമ്മളങ്ങനെ പടിപടിയായിട്ട് വളർത്തിക്കൊണ്ടുവന്നു. അപ്പൊ അള്ള എനിക്ക് തന്നിട്ടുള്ള മക്കളിൽ എനിക്ക് തൃപ്തി വേണം. അള്ള എനിക്ക് തന്നിട്ടുള്ള ഇണകളിൽ, മാതാപിതാക്കളിൽ എന്തുണ്ടെങ്കിലും, അതിന് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അതിനൊരു മാനസികമായൊരു സംതൃപ്തി ഉണ്ടാവുക. അത് ഉണ്ടാവുന്ന സമയത്താണ് നമുക്ക് എന്ത് ചെയ്യാം? സന്തോഷം പ്ലസ് സമാധാനം പ്ലസ് സംതൃപ്തി ജീവിതത്തിൽ ഉണ്ടാവുക, പുരയിൽ ഉണ്ടാവുക.
രണ്ടാമതായിട്ട് ആ കൽബുൻ ഷാക്കിറിന്റെ അടിസ്ഥാനമായിട്ട് അല്ലെങ്കിൽ അതിന്റെ റിസൾട്ട് എന്നോണം ഉണ്ടാവുന്ന ഒരു കാര്യമാണ് ലിസാനുൻ ദാക്കിറുൻ. അള്ളാഹനെ അങ്ങനെ സ്മരിച്ചുകൊണ്ടിരിക്കേണ്ട ഒരു നാവ് നമുക്ക് ഉണ്ടാവുക. നമ്മൾ തസ്ബീഹ്, തഹ്ലീൽ, തഹ്മീദ് ഇതൊക്കെ ചൊല്ലുന്നതോടൊപ്പം തന്നെ ഞാൻ ഈ പറയുന്നത് എന്റെ റബ്ബിന് ഇഷ്ടപ്പെട്ടതാണോ, അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ട രീതിയിലാണോ ഞാൻ സംസാരിക്കുന്നത് എന്നുള്ളൊരു ചോദ്യം ആദ്യം ഉള്ളിലേക്ക് പോവേണ്ടതുണ്ട്. എന്നിട്ട് സംസാരിക്കുക, നല്ലത് പറയാം അല്ലെങ്കിൽ മിണ്ടാതിരിക്കുക എന്നുള്ളതാണ്. ഈ ഒരു രീതിയിലേക്ക് നമുക്ക് ഉയരാൻ സാധിക്കേണ്ടതുണ്ട്. അല്ലാതെ നമുക്കറിയാം കുടുംബത്തിലൊക്കെ പലപ്പോഴും വാക്കേറ്റങ്ങൾ ഉണ്ടാകും. ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ വാക്കുകൾക്ക് പേരിലായിരിക്കും, ചിലപ്പോൾ അത് നിസ്സാരമായ വാക്കായിരിക്കും, അപ്പൊ അത് ബാക്കിയുള്ളവരുടെ മേല് വല്ലാതെ ആഴത്തിൽ ഇറങ്ങിയിട്ടുണ്ടാകും. അപ്പൊ നമ്മൾ അവിടെ ഒന്നും മിണ്ടാതെ നിന്നിട്ടുണ്ടെങ്കിൽ, നമ്മളൊന്നും അവിടെ വിട്ടുവീഴ്ച ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ കുടുംബ കലഹം, ആ വഴക്ക് അവിടെ അവസാനിപ്പിക്കും എന്നുണ്ടെങ്കിൽ നമ്മളിവിടെ താഴ്ന്നു എന്ന് വിചാരിച്ചിട്ട് പടച്ച റബ്ബിന്റെ മുന്നിൽ അൻതുമുൽ അഅ്ലൗൻ, നിങ്ങളാണ് ഏറ്റവും ഉന്നതരായിട്ടുള്ള ആൾക്കാർ, അള്ളാന്റെ മുന്നിൽ നമുക്കാണ് ഏറ്റവും കൂടുതൽ പ്രതിഫലം ഉണ്ടാകുന്നത്. അപ്പൊ വിവേകത്തോട് കൂടിയിട്ട് സംസാരിക്കാൻ നമുക്ക് സാധിക്കാം. വിവരം കൂടുന്നതോറും നമുക്ക് എന്തുണ്ടാവേണ്ടതുണ്ട്, നമ്മൾ ഈ ഖുർആൻ ലേണിംഗ് ക്ലാസ്സുകൾക്കും ഹദീസ് ക്ലാസ്സുകൾക്കും ഇതുപോലുള്ള സെഷൻസിനൊക്കെ ഇതൊക്കെ അള്ളാന്റെ ഒരു സെലക്ഷൻ കിട്ടിയോണ്ട് നമുക്ക് അതിന് തൗഫീഖ് കിട്ടിയിട്ടുള്ളത്. ഇതിന് നമ്മൾ പങ്കെടുക്കുന്ന സമയത്ത് ഇതിന്റെ സ്റ്റാൻഡേർഡോട് കൂടിയിട്ട് ജീവിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ഇതൊന്നും കിട്ടാത്ത ഒരു ടീം ഉണ്ടായിരിക്കാം, ഈ ഒരു മാർഗദർശനം എത്താത്ത ആളുകൾ ഉണ്ടായിരിക്കാം. അപ്പോ അവരിൽ നിന്നും വ്യത്യസ്തമായിട്ട് അള്ളാഹു തആല എന്നെ തെരഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ എനിക്ക് വിശുദ്ധ ഖുർആനിൽ നിന്നും അതേപോലെ തിരുസുന്നത്തിൽ നിന്നും ഭക്ഷിക്കാനും കുടിക്കാനും ഇടപഴകാനും നല്ലതേ എൻ്റെ അടുത്ത് നിന്ന് വരാവൂ എന്നുള്ള രീതിയിൽ കുറേയൊക്കെ ശ്രമിക്കുക. ബാക്കി പടച്ചവനോട് നമ്മളതിൽ വന്നു പോയിട്ടുള്ള തെറ്റുകൾക്ക് അള്ളാഹിനോട് ദുആ ചെയ്യുക. നമ്മൾ ആരും എല്ലാവരും തികഞ്ഞ ആൾക്കാരല്ല, ന്യൂനതകൾ ഉള്ളവരാകാം, ദുർബലന്മാരാണ് നമ്മൾ. ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. മനസ്സിലാക്കിക്കൊണ്ട് ചിലപ്പോൾ സ്വഭാവ വൈകല്യങ്ങളുള്ള ആൾക്കാരെ കൂടെ നമുക്ക് ജീവിക്കേണ്ടി വരാം. ഇവിടെ വിവേകത്തോടു കൂടിയിട്ട് പെരുമാറാനും പിന്നെ എല്ലാവരും ചേർത്ത് പിടിക്കാനും മാനസികമായിട്ട് അടുപ്പിക്കാനും ഒക്കെയുള്ള ഒരു കരുത്ത് നമുക്ക് നേടേണ്ടതുണ്ട്. അപ്പോൾ ലിസാനുൻ ദാക്കിറുൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അള്ളാഹനെ സ്മരിക്കുന്ന ഒരു നാവ് ഉണ്ടാക്കുക. മറ്റൊന്ന് വസൗജത്തുൻ സ്വാലിഹ തുഈനുക അലാ അംരി ദുനിയാക് വദീനിക്, സ്വാലിഹായ ഒരു ഇണ. എങ്ങനെയുള്ള ഇണ? ദുനിയാവിന്റെ വിഷയത്തിലും ദീനിന്റെ വിഷയത്തിലും നിന്നെ സഹായിക്കുന്ന ഒരു ഇണ നിനക്ക് ഉണ്ടായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ദുനിയാവിൽ ഈ 3 കാര്യങ്ങൾ ഉണ്ടെങ്കിൽ, ദുനിയാവിൽ നമ്മൾ ഇനി എത്ര കുന്നുകൂട്ടിയിട്ടുണ്ടെങ്കിലും എത്ര സമ്പത്ത് വാരി കൂട്ടിയിട്ടുണ്ടെങ്കിലും അതിനേക്കാൾ ഏറ്റവും ഹൈറായിട്ടുള്ളത് ഇതാണ്. അപ്പൊ ഈ ഒരു ശുക്റുള്ള കൽബോടുകൂടി അള്ളാഹനെ സ്മരിക്കുന്ന നാവോട് കൂടിയിട്ട് നല്ല ഇണകളായിട്ട് നല്ല കുടുംബമായിട്ട് ജീവിക്കാനുള്ള തൗഫീഖിന് വേണ്ടി നമ്മൾ അള്ളാഹിനോട് ദുആ ചെയ്യുക. അത് നമ്മളിങ്ങനെ നമുക്കിങ്ങനെ നന്നാക്കിക്കൊണ്ടേ ഇരിക്കേണ്ടതുണ്ട്. അതേപോലെ നല്ലൊരു പെണ്ണിനെ കുറിച്ച് പറയുന്നത് ഖൈറുൻ നിസാ എന്ന് പറഞ്ഞത് ഇദാ നളർത ഇലൈഹ സറതക് വഇദാ അമറതഹ അതഅത്ക വഇദാ ഇബ്ത അൻഹ ഹഫിളത്ക ഫി മാലിക വനഫ്സിഹ. നീ അവളിലേക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ അവൾ നിനക്ക് സന്തോഷം തരും. മറ്റൊന്ന്, നീ അവളോട് കൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവൾ അത് അനുസരിക്കും. ഇനി നീ അപ്രത്യക്ഷമായിട്ടുണ്ടെങ്കിൽ നിന്റെ ധനം അതേപോലെ അവളുടെ അഭിമാനം ഇത് കാത്തു സൂക്ഷിക്കും എന്നുള്ളത് പുരുഷനോടും പറഞ്ഞിട്ടുണ്ട്. ഏറ്റവും മാന്യൻ ആരാണ്? അങ്ങാടിയിൽ പോയിട്ട് നന്നായിട്ട് സംസാരിക്കുന്നവരാണോ? അല്ല. സഹപ്രവർത്തകരോടും വല്ല രാഷ്ട്രീയ മേഖലകളിൽ പോയിട്ട് നന്നായിട്ട് സംസാരിക്കുന്ന രമ്യമായിട്ട് കാര്യങ്ങൾ പരിഹാരം കാണുന്ന ആളാണോ? അല്ല. വീട്ടിലുള്ള ഇണയോട് വീട്ടുകാരിയോട് ഏറ്റവും നന്നായിട്ട് മാന്യമായിട്ട് പെരുമാറുന്നവനാണോ? അവനാണ് ഏറ്റവും ഉത്തമൻ, ഏറ്റവും മാന്യൻ എന്നുള്ളതാണ്. സ്ത്രീക്ക് ശരിക്കും ഭർത്താവിനെ അനുസരിക്കുകയും ആരാധനകൾ അർപ്പിക്കുകയും ചെയ്യുന്ന ഒരു പെണ്ണിന് അള്ളാഹു തആല ഓഫർ ചെയ്തിട്ടുള്ളത് സ്വർഗമാണ്. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും തൃപ്തിപ്പെട്ടിട്ടുണ്ടെങ്കിൽ അള്ളാഹുവിന്റെ സ്വർഗത്തിലെ വാതിലുകളിലൂടെ നമുക്ക് കടക്കാം. ഇങ്ങനെയുള്ള ഒരുപാട് കൂലികൾ. അപ്പൊ ഈ ഒരു ജീവിതം നയിക്കുന്ന സമയത്ത് നമുക്കിതൊക്കെ മനസ്സിലേക്ക് വരേണ്ടതുണ്ട്. ഇനി നമ്മുടെ മാതാപിതാക്കൾ എന്ന് പറയുന്നത് ശരിക്കും നമ്മളെ വീട്ടിലുള്ള ഒരു ഫോക്കസ് ഏരിയ ആണ് ഉമ്മയും വാപ്പ എന്ന് പറയുന്നത്, അല്ലെ? നമുക്ക് സ്വർഗം നേടിത്തരാനുള്ള, എന്നാൽ നമ്മളുടെ പല പ്രവർത്തനങ്ങൾ കൊണ്ട് ആ സ്വർഗം ചിലപ്പോൾ നഷ്ടപ്പെട്ടു പോകാനും ചാൻസ് ഉണ്ട്. ഇതില് സ്വർഗം നേടാൻ എനിക്കത് ആ ഒരു വല്ലാത്തൊരു നമുക്ക് ഫോക്കസ് ഏരിയ ആണ് വീട്ടിലുള്ള ഉമ്മയും വാപ്പ എന്ന് പറയുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ വഖ്ഫിർ ലഹുമാ ജനാഹദുല്ലി മിനർ റഹ്മ, നിങ്ങൾ അവർക്ക് കാരുണ്യത്തിന്റെ ചിറകുകൾ താഴ്ത്തി കൊടുക്കണം. വഖലാ റബ്ബുക അല്ലാ തഅ്ബുദു ഇല്ലാ ഇയ്യാഹു വബിൽ വാലിദൈനി ഇഹ്സാന, അള്ളാഹനെ മാത്രമേ നിങ്ങൾ ആരാധിക്കാവൂ എന്ന് പറഞ്ഞതിന് ശേഷം രണ്ടാമതായിട്ട് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം മാതാപിതാക്കൾക്ക് ഇഹ്സാൻ ചെയ്യുക, നന്മ ചെയ്യുക. ഇപ്പോൾ ഹയാത്തിലുള്ളവരാണെന്നുണ്ടെങ്കിൽ എത്രത്തോളം ഖിദ്മത്ത് സേവനം നമുക്ക് ചെയ്യാനുണ്ടോ അത് നമ്മൾ ചെയ്തു തീർക്കുക. നമ്മൾ പലപ്പോഴും എനിക്ക് അങ്ങോട്ട് പോകാൻ കഴിയൂല അങ്ങനെയുള്ള ഒരുപാട്, കാരണം ശൈത്താൻ പല കാര്യങ്ങളും നമുക്ക് ഇട്ടുതരും അത് മുടക്കാനുള്ള. അത് ഏത് കാര്യത്തിലായാലും ശൈത്താന് നമ്മളുടെ വീക്ക്നെസ് നന്നായിട്ട് അറിയാം. നമ്മൾ ഏത് കാര്യത്തിലാണ് വീക്ക് ഉള്ളത് അവിടെ നന്നായിട്ട് പിടിച്ചു തിരിക്കും. ചില ആൾക്കാർക്ക് നമസ്കാരത്തിലായിരിക്കും, ചില ആളുകൾക്ക് സ്വഭാവത്തിലായിരിക്കും. അങ്ങനെ എവിടെയെങ്കിലൊക്കെ നമുക്ക് ഫാൾട്ട് ഉണ്ടാകുമ്പോൾ ശരിക്കും ശൈത്താൻ എന്ത് ചെയ്യും? അവിടെ പിടിച്ചു തിരിക്കും. അപ്പൊ ഇത് നമുക്ക് ഒരു സാധനം മുടക്കാൻ വേണ്ടിയിട്ട്, തടസ്സം ഉണ്ടാക്കാൻ വേണ്ടി 100 വഴികൾ ശൈത്താൻ കാണിച്ചു തരും. എന്നാൽ അള്ളാഹു തആല നമുക്ക് കാണിച്ചു തരുന്ന വഴി സിറാത്തുൽ മുസ്തഖീമാണ്. സിറാത്തുൽ മുസ്തഖീം അതായത് നേരായ ചൊവ്വായ വഴി, ചെയ്യേണ്ട പ്രകാരം മുറപ്രകാരം ചെയ്യുക. ഈ സിറാത്തുൽ മുസ്തഖീമിൽ അങ്ങനെ എത്തിപ്പെട്ടിട്ടുണ്ടെങ്കിൽ
എത്തിപ്പെട്ടിട്ടുണ്ടെങ്കിൽ, കുടുംബസമേതം എത്തിപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പടച്ച റബ്ബ് അള്ളാഹു ഓഫർ ചെയ്തിട്ടുള്ള സ്വർഗം നമുക്ക് തരും. അപ്പോ ഉമ്മ എന്ന് പറയുന്നത് ശരിക്കും ഒരു ഹൈലി പൊസിഷൻ ഉള്ള ഒരു സ്ഥാനമാണ്. ഉമ്മക്ക് ഇസ്ലാമിൽ ഒരുപാട് സ്ഥാനങ്ങളുണ്ട്. ഒന്ന് പറയാൻ പറ്റോ? ഹദീസിൽ പറയാറുണ്ട്, എന്താ പറയല്, ഉമ്മന്റെ ഒരു പ്രത്യേകത പറയാൻ പറ്റോ? ഉമ്മക്ക് കൊടുത്തിട്ടുള്ള പ്രാധാന്യം ഇവിടെ പറഞ്ഞു, ഉമ്മന്റെ കാലടി ചുവട്ടിലാണ് സ്വർഗം എന്ന് പറയാറുണ്ട് അല്ലെ. അൽ ജന്നത്തു തഹ്ത അഖ്ദാമിൽ ഉമ്മഹാത്ത്, പന്നൂരിന്റെ ഒരു വരികളുണ്ട്. കാൽപാദം സുബർഗമേ നബിയോരും മരുളിയ പരിശുദ്ധ ജന്മമാണെന്റെ പൊന്നുമ്മ. രാപ്പകലെനിക്കായി കൂട്ടിരുന്ന സഹനക്കടലാ, കനിവിൻ്റെ കടലായ എഴുതിയാൽ തീരാത്ത ദുനിയാവിലെ സുബർഗമാണെന്റെ പൊന്നുമ്മ. ഏറെ പറഞ്ഞാലും തീരൂല ആ പൂമൈമാ. ഇതേപോലെ ഒരു സ്വഹാബി വന്ന് ചോദിക്കുന്നുണ്ട്, ഞാൻ ഏറ്റവും നന്നായിട്ട് സഹവസിക്കേണ്ടത് ആരോടാണെന്ന് ചോദിച്ചപ്പോ 3 പ്രാവശ്യം പറഞ്ഞു എന്റെ ഉമ്മയോട്, 4ാമത്തെ പ്രാവശ്യം ഉപ്പയോട് എന്ന് പറഞ്ഞു. അതേപോലെ തന്നെ വപ്പനെ കുറിച്ച് പറയുകയാണെങ്കിൽ അൽ വാലിദു ഔസതു അബ്വാബിൽ ജന്ന ഫഇൻ ശിഅത ഫഹാഫിൽ അലൽ ബാബ് ഔ ലൊയ്യി. വപ്പ എന്ന് പറയുന്നത് സ്വർഗത്തിന്റെ മധ്യത്തിലുള്ള ഒരു വാതിലാണ്. നമ്മൾ അത് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ സംരക്ഷിക്കണം എന്നുള്ളതാണ്. അപ്പൊ ഉമ്മ ഉപ്പ എന്ന് പറയുന്നത് വീട്ടിലുള്ള നമുക്ക് ഓരുണ്ടായിരിക്കണം പൊരയിൽ. അതാണ് അതിന്റെ ഒരു രസം അല്ലെ, അതിന്റെ ഒരു ഭംഗി എന്ന് പറയുന്നത് അതാണ്. നമ്മളിൽ മാതാപിതാക്കൾ നഷ്ടപ്പെട്ടു പോയ ആളുകൾ ഉണ്ടാകാം, അന്ന് ഖബർ ബർസഖി ജീവിതം നയിക്കുന്ന ആളുകൾ ഉണ്ടാകാം. അവർക്ക് വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്നത്, അവർക്ക് വേണ്ടി എത്രത്തോളം നമുക്ക് ദുആ ചെയ്യാൻ പറ്റുമോ. കാരണം ഒരു നല്ല സ്വാലിഹത്തായ കുട്ടിയുടെ പ്രാർത്ഥന എന്ന് പറയുന്നത് അവരുടെ ഖബറിലെ വെളിച്ചമാണ്. നാളെ പരലോകത്തിൽ അവരുടെ ദർജ അങ്ങനെ ഉയർത്തിക്കൊണ്ടുവരും. അപ്പോൾ ആ ഒരു രീതിയിൽ നമുക്ക് അവരോടുള്ള ഖിദ്മത്ത് ചെയ്യാൻ സാധിക്കേണ്ടതുണ്ട്. അപ്പൊ ഉമ്മ എന്നുള്ള അല്ലെങ്കിൽ ഉപ്പ എന്നുള്ള ഹൈലി പൊസിഷനിൽ നിൽക്കുന്ന ആളുകളാണ്. അപ്പൊ ഉമ്മക്ക് ചെയ്യാൻ കഴിയാത്തതിൽ ഉപ്പക്ക് ചെയ്യാൻ കഴിയാത്തതും ഉമ്മക്ക് ചെയ്യാൻ കഴിയുന്നതുമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട് ഒരു കുട്ടിയുടെ ജനനത്തിൽ. ഏതൊക്കെയാണത്? ഒന്ന് എന്ന് പറയുന്നത് എന്താണ്? ഹെംല് അല്ലെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്? ഗർഭം ധരിക്കുക. ദുപ്പാക്ക് ചെയ്യാൻ സാധിക്കൂല. 2ാമത്തെ പ്രസവമാണ്. 3ാമത്തത് മുലയൂട്ടലാണ്. ഇനി റിയായത്തിന്റെ വിഷയത്തിലാണെങ്കിൽ പോലും അല്ലെ, ഒന്നുകൂടെ നമുക്കറിയാം നമ്മുടെ സാഹചര്യങ്ങളിൽ നിന്നും ഉമ്മനേക്കാൾ ഉപ്പയേക്കാൾ ഒരു പടി മുന്നിൽ നിന്നുകൊണ്ട് മക്കളെ റിയായത്ത് കെയർ ചെയ്യുന്നതിൽ ഉമ്മമാര് മുന്നിലാണ്. അപ്പോ ഇത്രയും കാര്യങ്ങൾ മഹത്വമായിട്ടുള്ള സ്ഥാനമാണ് നമ്മൾ വഹിക്കുന്നത്. ഉമ്മ എന്നുള്ളത് പദത്തിന് ഉമ്മ എന്ന് പറഞ്ഞാല് മാതാവ്, മർമ്മം, കേന്ദ്രം, മൂലം എന്നൊക്കെ ഒരുപാട് അർത്ഥങ്ങളുണ്ട്. അപ്പൊ പടച്ച റബ്ബ് വല്ലാത്തൊരു സൗഭാഗ്യം, ഇതൊക്കെ ചെയ്യണമെങ്കിൽ നമുക്ക് കൂലി കിട്ടുന്നുണ്ട്. ഇങ്ങനെ അള്ളാഹു നമ്മളെ ഉയർന്ന ഒരു ദറജയിൽ ഇരുത്തിയിട്ടുണ്ട്, ഉമ്മയായാലും ബപ്പയായാലും. അപ്പോ നമ്മളുടെ മക്കൾ, നമ്മുടെ കയ്യിലുള്ള മക്കളെ കുറിച്ച് വ്യക്തമായ ബോധം നമുക്ക് ഉണ്ടാവേണ്ടതുണ്ട്. ഈ ഒരു പൊസിഷനിൽ നമ്മളെ നിർത്തിയിട്ടുണ്ടെങ്കിൽ ഒന്നും അറിയാത്ത ഉമ്മയും ബാപ്പയും ആയാൽ പോരാ. ഒന്നും അറിയാത്ത ഉമ്മയും ബാപ്പയും ആയാൽ പോരാ. ശരിക്കും നമ്മുടെ കയ്യിലുള്ള കുട്ടിയെ കുറിച്ച് വ്യക്തമായ ബോധം ഉണ്ടാവേണ്ടതുണ്ട്. നിഅമത്തുൻ മിനല്ലാഹ്, ഇത് അള്ളാഹു എനിക്ക് തന്ന, കുട്ടീനെ കിട്ടുന്ന സമയത്ത് അല്ലെങ്കിൽ കുട്ടിയാവാൻ നിൽക്കുന്ന സമയത്ത് നമ്മുടെ മനസ്സിലേക്ക് ഉണ്ടായിരിക്കേണ്ട ഒരു ബോധ്യം എന്ന് പറയുന്നത് നിഅമത്തുൻ മിനല്ലാഹ്, ഇത് പടച്ച റബ്ബ് എനിക്ക് തന്നിട്ടുള്ള ഒരു അനുഗ്രഹമാണ്, ഹദിയയാണ്, അള്ളാഹു എനിക്ക് തന്നിട്ടുള്ള സമ്മാനമാണ് എന്റെ കുട്ടി. നമുക്ക് കയ്യിലൊക്കെ സമ്മാനപ്പൊതി തരുമ്പോൾ നമ്മുടെ കയ്യിൽ നമ്മളെ ഹൃദയത്തിൽ ഭയങ്കര സന്തോഷം ഉണ്ടാകും. റബ്ബ് ഇങ്ങനെ തരുന്ന ഒരു സമ്മാനമാണ് നമ്മളെ കുട്ടി. വല്ലാത്ത സന്തോഷത്തോടു കൂടി ഹാപ്പിനെസ്സോടുകൂടി സ്വീകരിക്കേണ്ട ഒന്ന്. വിശുദ്ധ ഖുർആനിൽ മറ്റൊരു പദം പറഞ്ഞിട്ടുണ്ട്, സീനത്താണ്. നമ്മുടെ ജീവിതത്തിന്റെ ഒരു അലങ്കാരമാണ് നമ്മുടെ കുട്ടികൾ. ഉമ്മയും ബാപ്പയും മക്കളും ഇങ്ങനെ പോവാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പ്രത്യേക ഒരു വൈബ് തന്നെയാണ് അല്ലെ. നമ്മുടെ ജീവിതത്തിന്റെ ഒരു ഡെക്കറേഷൻ ആണ് നമ്മുടെ കുട്ടികൾ, സന്തോഷമാണ് നമ്മളെ കുട്ടികൾ. ഇതേപോലെ അമാനത്താണ്, അള്ളാഹ് നമ്മളെ ഏൽപ്പിച്ചിട്ടുള്ള ഒരു വിശ്വസിച്ച് ഏൽപ്പിച്ചിട്ടുള്ള ഒരു മുതലാണ് നമ്മുടെ കുട്ടികൾ. ഫിത്നയാണ്, പടച്ച റബ്ബിന്റെ ഒരു പരീക്ഷണമാണ് നമ്മുടെ കുട്ടികൾ. ഈ കുട്ടികൾ ഈ ഒരു ബോധ്യത്തോട് കൂടിയിട്ടാണ് നമ്മൾ വളർത്തേണ്ടത്. വിവാഹം കഴിഞ്ഞതിന് ശേഷം ഇനി നമ്മൾക്ക് ഒരു കുട്ടികൾക്ക് ഉണ്ടാവേണ്ട കാര്യങ്ങൾ എന്താണ്, അല്ലെങ്കിൽ കുട്ടികളെ കൊണ്ട് നമ്മൾ ലക്ഷ്യം വെക്കേണ്ട കാര്യങ്ങൾ എന്താണ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, വിവാഹം കഴിഞ്ഞതിന് ശേഷം നമ്മളോട് ദുആ ചെയ്യാൻ പറഞ്ഞിട്ടൊരു പ്രാർത്ഥനയുണ്ട്.
റബ്ബി ഹബ്ലി മിനസ് സ്വാലിഹീൻ, സ്വാലിഹായ കുട്ടിനെ ഞങ്ങൾക്ക് നീ പ്രദാനം ചെയ്യണമേ. സക്കരിയ നബിയുടെ പ്രസിദ്ധമായ ഒരു പ്രാർത്ഥനയുണ്ട്, റബ്ബി ഹബ്ലി മിൻ ലദുൻക ദുരിയത്തൻ ത്വയ്യിബ. അപ്പോൾ എന്റെ മനസ്സിൽ ഉണ്ടാവേണ്ടതുണ്ട്, എനിക്കുള്ള കുട്ടി എനിക്ക് വരാൻ പോകുന്ന കുട്ടി സ്വാലിഹാവുക. എന്താണ് സ്വാലിഹ് എന്നൊക്കെ? ശരിക്കും സ്വാലിഹ് എന്നുള്ള പദം നമ്മൾ എടുക്കുകയാണെങ്കിൽ പോലും ഇഷ്ടംപോലെ വിവരണങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. തെറ്റുകൾ വലിയ വലിയ തെറ്റുകളൊന്നും ചെയ്യാത്ത, പിന്നെ ഫറായിലുകൾ നിർബന്ധമായ കാര്യങ്ങൾ വളരെ കണിശതയോടുകൂടി ചെയ്യുന്ന, അതേപോലെ തന്നെ നമ്മുടെയൊക്കെ ഖബറിലേക്ക് എത്തപ്പെടുന്ന പ്രാർത്ഥനയുടെ ആളും കൂടിയാണ് നമ്മുടെ കുട്ടി എന്ന് പറയുന്നത്. ഈ ഒരു രീതിയിൽ സ്വാലിഹായ ഒരു കുട്ടീനെ എനിക്ക് തരണം. ഇതേപോലെ ദുരിയത്തൻ ത്വയ്യിബ, ഉത്തമമായ സന്താനം. ഇനി നമ്മുടെ പിന്നെ കുട്ടിന്റെ ജന്മവേളയിൽ കിടപ്പറയിൽ പ്രവാചകൻ ദുആ ചെയ്യാൻ പറഞ്ഞ പ്രാർത്ഥനയാണ് അല്ലാഹുമ്മ ജന്നിബിന ശൈത്വാൻ വജന്നിബി ശൈത്വാന മാ റസഖ്തന. അല്ലാഹുവേ, ഞങ്ങളിൽ നിന്നും ഞങ്ങൾക്ക് തരാൻ പോകുന്ന കുഞ്ഞുങ്ങളിൽ നിന്നും പൈശാചികമായിട്ടുള്ള ബാധയെ നീ അകറ്റണമേ എന്നുള്ളത്. അപ്പോൾ ഇതൊക്കെ നമ്മുടെ ലക്ഷ്യബോധങ്ങളിൽ ഉണ്ടാവേണ്ടതുണ്ട്. നമ്മൾക്കൊരു കുടുംബം തന്നിട്ടുണ്ടെങ്കിൽ, നമുക്കൊരു കുട്ടീനെ തന്നിട്ടുണ്ടെങ്കിൽ സ്വാലിഹാവേണ്ടതുണ്ട്, ദുരിയത്തൻ ത്വയ്യിബാവേണ്ടതുണ്ട്. അതേപോലെ തന്നെ എല്ലാവിധ പൈശാചികമായിട്ടുള്ള ഉപദ്രവങ്ങളിൽ നിന്നും രക്ഷപ്പെട്ടുകൊണ്ടിരിക്കണം ആ ഒരു തേട്ടം ഇതുണ്ടാവുക. അതേ നേരത്തെ പറഞ്ഞതുപോലെ ഖുർറത്ത് അഴ്യുൻ, കൺ കുളിർമ ഉണ്ടാവുക എന്നുള്ളത്. ഈ ഒരു രീതിയിൽ മക്കളെ വളർത്താൻ സാധിക്കുക. ഇതേപോലെ നല്ല റോൾ മോഡൽ ആവേണ്ടതുണ്ട്. തർബിയത്ത് നടത്തുന്ന വിഷയത്തിൽ നമ്മൾ കുറച്ച് കീവേഡ്സ്, അതായത് കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമ്മൾക്ക് തന്നിട്ടുള്ള കുട്ടിയെ കുറിച്ച് ഹുസ്നു നിയ്യത്ത് ഉണ്ടാവേണ്ടതുണ്ട്. ഇത് നാളെ എനിക്ക് പരലോകത്തേക്ക് കൂടി ഉപകാരപ്രദമാവേണ്ട മകനാവേണ്ടതുണ്ട്, മകളാവേണ്ടതുണ്ട്. നാളെ സ്വർഗത്തിലേക്ക് എനിക്ക് കൂടി ഒരുമിച്ച് കൂടേണ്ട, എന്റെ കൂടെ ഉണ്ടാവേണ്ട കുട്ടിയാവേണ്ടതുണ്ട് എന്നുള്ള രീതിയിൽ ഹുസ്നു നിയ്യത്തോട് കൂടിയിട്ട് കുട്ടീനെ വളർത്താൻ സാധിക്കുക. മറ്റൊന്ന് മഹബത്താണ്. മഹബത്ത് നമ്മുടെ കുട്ടികൾ എന്നല്ല, കുടുംബത്തിലുള്ള ആർക്കും നമ്മൾ മൊഹബത്ത് കൊടുക്കേണ്ടതുണ്ട്. എന്താ മൊഹബത്ത് എന്നാൽ സ്നേഹം. ഏറ്റവും കൂടുതൽ ചേർന്ന് നിന്ന് സ്നേഹം പ്രകടിപ്പിക്കാനുള്ള ഒരു ഇടമാണ് കുടുംബം എന്ന് പറയുന്നത്. എനിക്ക് എന്റെ കുട്ടിനോട് മനസ്സിൽ ഭയങ്കര ഇഷ്ടമാണ് എന്ന് ഞാൻ എന്റെ ഉള്ളിൽ ഒതുക്കി നിന്നാൽ പോരാ. നമ്മൾ ചെറിയ കുട്ടികളെ ചിലപ്പോൾ ഉമ്മ വെക്കും അല്ലെ, കുട്ടികൾ ഇങ്ങനെ വലുതാവുന്നതിനനുസരിച്ച് ഒരു ഗ്യാപ്പ് നമ്മൾ ഇടും. എന്നാൽ ആ ഗ്യാപ്പിലും ശരിക്കും എന്ത് ചെയ്യുക, കുട്ടികൾ വളരുന്ന ആ ഒരു സമയത്ത് പോലും അവരോട് സ്നേഹിതന്മാരായിക്കൊണ്ട്, സ്നേഹിതകളായിട്ട് തോള് കൈയിട്ടുകൊണ്ടും ആ ഒരു ഫിസിക്കൽ ആൻഡ് മെന്റലി ടച്ചിങ് നമ്മൾ എപ്പോഴും നമ്മളെ കുട്ടികൾക്ക് കൊടുക്കേണ്ടതുണ്ട്. ആ ഒരു രീതിയിൽ മഹബത്ത് കൊടുക്കുക. നമ്മളിപ്പുറത്ത് ഇതൊന്നും ഇല്ലാതെ, നമ്മളൊരു നല്ല വാക്ക് പോലും പറയാതെ നമ്മളെ കുട്ടികളെ നമ്മൾ വളർത്തുന്നുണ്ടാവും അല്ലെ. ഇപ്പുറത്ത് അവർക്ക് വേണ്ടി ഒരുപാട് ത്യാഗങ്ങൾ നമ്മൾ സഹിക്കുന്നുണ്ടാവും, ഉറക്കൊയ്യുന്നുണ്ടാവും, അവർക്ക് വേണ്ടി നമ്മുടെ സമയം നമ്മൾ ചെലവഴിക്കുന്നുണ്ടാകും. പക്ഷേ ഇതേ രീതിയിൽ നല്ലൊരു വാക്കും നല്ലൊരു നോട്ടവും ഇല്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു അറ്റാച്ച്മെന്റ് നമുക്ക് കിട്ടൂല. മക്കളും നമ്മളും തമ്മിലുള്ള ബന്ധങ്ങൾ നന്നാകണം എന്നുണ്ടെങ്കിൽ ഈ മുഹബത്ത് നമ്മൾ നന്നായിട്ട് കൊടുക്കാൻ സാധിക്കേണ്ടതുണ്ട്. മറ്റൊന്ന് സൊബറാണ്. മക്കളെ വളർത്തുന്ന വിഷയത്തിൽ നമുക്ക് ഉണ്ടായിരിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ക്ഷമയാണ്. നമ്മുടെ കുട്ടികൾ എന്ന് പറയുന്നത് നമ്മളുടെ അത്ര ജീവിതത്തിൽ എക്സ്പീരിയൻസ് ആയിട്ടുള്ള മക്കളല്ല അല്ലെ. നമുക്കിപ്പോ കുറച്ച് ജീവിത പരിചയമുണ്ട്. അപ്പൊ ഹൈറും ഷെറൊക്കെ ശരിക്കും ഇങ്ങനെ ഉറക്കുന്ന ഒരു പ്രായമാണ്. ഈ ഒരു ബോധ്യം നമുക്ക് ഉണ്ടാവേണ്ടതുണ്ട്. അപ്പൊ ശരിക്കും ഒരു കുട്ടി ഉണ്ടാവുന്ന സമയത്ത് നമ്മൾ കുറച്ച് കാര്യങ്ങൾ പഠിക്കും. 2 കുട്ടികളാകുമ്പോൾ കുറച്ചും കൂടി കാര്യങ്ങൾ പഠിക്കും. 3 അതിലേറെ വരുമ്പോൾ കുറെ കാര്യങ്ങൾ നമ്മൾ പഠിച്ച് നടക്കുന്നുണ്ട്. ഇവരെ എങ്ങനെ മാനേജ് ചെയ്യണം എന്നുള്ള രീതിയിൽ പല കാര്യങ്ങളും നമ്മൾ പഠിക്കുന്നുണ്ട്. ശരിക്കും ഇതൊരു എന്താ പറയാ റിസർച്ച് ഫീൽഡാണ് ഈ തർബിയത്ത് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ സബറോട് കൂടിയിട്ട് നിയന്ത്രിക്കാൻ സാധിക്കേണ്ടതുണ്ട്, വിവേകത്തോടു കൂടി. പലപ്പോഴും നമ്മളുടെ വീട്ടിലുള്ള പ്രഷറോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ദേഷ്യങ്ങളോ കുട്ടികളെ മേൽ വെക്കുന്ന ഒരു ടൂളായിട്ട് നമ്മുടെ കുട്ടികൾ ഒരിക്കലും മാറാൻ പാടില്ല. അതേപോലെ അവർക്ക് കൊടുക്കേണ്ട ഒരു വിദ്യാഭ്യാസമാണ് അൽ ഇൽമുൽ ആഴ്ല, അള്ളാനെ കുറിച്ചിട്ടുള്ള ഒരു അറിവ്. ശരിക്കും പണ്ഡിതന്മാര് അറിവിനെ 3 തരംതിരിക്കുന്നുണ്ട്. അൽ ഇൽമുൽ ആഴ്ല, അൽ ഇൽമുൽ ഔസത്ത്, അൽ ഇൽമുൽ അസ്ഫൽ. അൽ ഇൽമുൽ അഅല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉന്നതമായ വിദ്യാഭ്യാസം. നമ്മളെ സൃഷ്ടിച്ചിട്ടുള്ള, നിങ്ങളൊക്കെ മനസ്സിലൂടെ ഇപ്പൊ പാസ് ചെയ്തു പോകുന്ന ചിന്ത എന്താണ് എന്ന് പോലും വളരെ വ്യക്തമായിട്ട് അറിയുന്ന അള്ളാഹിനെ കുറിച്ചിട്ടുള്ള അറിവ്, ഈ പ്രപഞ്ചനാഥനെ കുറിച്ചിട്ടുള്ള അറിവ്. ഇതാണ് നമ്മുടെ കുട്ടികൾക്ക് ആദ്യം നമ്മൾ കൊടുക്കേണ്ട വിദ്യാഭ്യാസം. അള്ളാഹുവിനെ കുറിച്ച്, അള്ളാഹിന്റെ ദീനെ കുറിച്ചിട്ട് അറിയാം. നമ്മളൊന്ന് ആലോചിച്ച് നോക്കാം, നമ്മൾ എന്താണ് കൊടുക്കുന്നത്. ഇനി നമ്മുടെ വിഷയത്തിൽ പോലും നമ്മള് പിന്നെ മദ്രസയിലൊക്കെ പഠിച്ചിട്ടുള്ള ആ ഒരു അറിവും മാത്രം വെച്ച് നിന്നാൽ പോരാ. അതിൽ ഉപരിയായിട്ട് അള്ളാഹുവിന്റെ ദീൻ പഠിക്കാനുള്ള അവസരങ്ങൾ ഇന്ന് ഇഷ്ടം പോലെ ഉണ്ട്. അത് ഉപയോഗപ്പെടുത്താനും ആ ഒരു രീതിയിൽ ഹയർ ക്വാളിഫിക്കേഷനിലേക്ക് ഉയരാനും നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അതേപോലെ രണ്ടാമത്തെ ഒരു അറിവ് എന്ന് പറയുന്നത്, രണ്ടാമത്തെ ഘട്ടത്തിലുള്ള അറിവ്. ഒന്നാമത്തെ അറിവ് എന്ന് പറയുന്നത് ഹയർ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് അള്ളാഹിനെ കുറിച്ചിട്ടുള്ള അറിവാണ്. രണ്ടാമത്തെ ഘട്ടത്തിലുള്ള വിദ്യാഭ്യാസം എന്ന് പറയുന്നത്
ഭൗതികപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ പഠിച്ചെടുക്കുന്ന കാര്യങ്ങൾ, അതായത് പ്രൊഫഷണൽ കോഴ്സുകൾ, എഞ്ചിനീയറിംഗ്, മെഡിസിൻ, CA പോലെയുള്ള ഇന്ന് നമ്മൾ ഭൗതികമായിട്ട് ആവശ്യങ്ങൾക്ക് വേണ്ടി പഠിച്ചെടുക്കുന്ന കോഴ്സുകൾ, ഈ വിദ്യാഭ്യാസമാണ് രണ്ടാമത്തെ കിടയിലുള്ള വിദ്യാഭ്യാസം. മൂന്നാമത്തെ കിടയിലുള്ള വിദ്യാഭ്യാസം എന്ന് പറയുന്നത് കൈത്തൊഴിലുകൾ, ക്രാഫ്റ്റ് മേഖലകൾ, ഡ്രൈവിംഗ്, നീന്തൽ, അങ്ങനെയുള്ള പല കുക്കിംഗ്, ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ ഉണ്ടല്ലോ. ഇത് ഏറ്റവും താഴേക്കിടയിലുള്ള വിദ്യാഭ്യാസമാണ്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക, നമ്മളും നമ്മുടെ കുട്ടികൾക്കും ഇതിൽ ഏത് പ്രിയോറിറ്റിയാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്? അതാണ് പറഞ്ഞത്, ഇത്തരം സദസ്സുകളിൽ നമ്മുടെ കുട്ടികളുടെ പങ്കാളിത്തം നന്നായിട്ട് നമ്മൾ ഉണ്ടാക്കേണ്ടതുണ്ട്. ഈ ദീനിനെ കുറിച്ച് അവർക്കൊരു ആവേശമാവേണ്ടതുണ്ട്. അള്ളാനെ സൂക്ഷിച്ചുകൊണ്ട് കുടുംബജീവിതം നയിക്കാനും, ഏതൊരു രഹസ്യമായിട്ടുള്ള തന്റെ മുറിയിലായാലും സ്വകാര്യ വേളയിലായാലും അള്ളാഹു ഉണ്ട്, അള്ളാഹ് കാണുന്നുണ്ട്, അള്ളാഹുമായിട്ടുള്ള ഒരു അറ്റാച്ച്മെന്റ് ഉള്ള, അള്ളാഹുമായിട്ടുള്ള ക്ലോസ് ബന്ധമുള്ള ഒരു ടീമാവാൻ നമുക്ക് സാധിക്കുക. അത് നമ്മൾ ഉണ്ടാക്കേണ്ടതാണ്, നമ്മുടെ മക്കൾക്കും നമ്മൾ കൊടുക്കേണ്ടതാണ്. ഷൗക്കിയുടെ ഒരു കവിതയുണ്ട്, ലൈസൽ യതീമു മൻ മാത വാലിദഹു ഇന്നൽ യതീമാ യതീമുൽ ഇൽമി വൽ അദബി. വാപ്പ മരിച്ച ഒരാളല്ല യതീം. ഇൽമിലും അദബിലും അഥവാ അറിവിലും സംസ്കാരത്തിലും ആർക്ക് അനാഥത്വം അനുഭവിച്ചിട്ടുണ്ടോ അവരാണ് യതീം എന്നുള്ളത്. അപ്പൊ ഇത് നമുക്ക് കൊടുക്കാൻ സാധിക്കുക, അള്ളാഹിനെ കുറിച്ചിട്ടുള്ള അറിവ് കുട്ടികൾക്ക് കൊടുക്കാൻ സാധിക്കുക. മാത്രമല്ല നമ്മൾ നല്ലൊരു റോൾ മോഡൽ ആവേണ്ടതുണ്ട്, നമ്മളിൽ നല്ല മാതൃക ഉണ്ടാവേണ്ടതുണ്ട്. നല്ല കുടുംബ ജീവിതം, നല്ല സെറ്റിംഗ്, നല്ല സംസാരം, ഇതൊന്നും പുറത്തു പോയിട്ട് പഠിക്കേണ്ടതല്ല. നമ്മുടെ വീട്ടിൽ നിന്നും, നമ്മുടെ വീടകങ്ങളിൽ നിന്നും നല്ല രീതിയിൽ സംസാരങ്ങൾ കുട്ടികൾ പഠിക്കേണ്ടതുണ്ട്, പെരുമാറ്റം മക്കൾ പഠിക്കേണ്ടതുണ്ട്. ഇപ്പൊ സ്വഹാബിമാരൊക്കെ അവരുടെ മക്കളിലോ മൃഗങ്ങളിലോ എന്തെങ്കിലും സ്വഭാവ ദൂഷ്യം കാണുന്ന സമയത്ത് അവരാദ്യം ചെക്ക് ചെയ്യാറുള്ളത്, അവരാദ്യം പരിശോധിക്കാറുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാല് അവനവന്റെ നമസ്കാരത്തിലോ ആരാധനയിലോ നടപടിയിലോ എന്തെങ്കിലും ഫാൾട്ട് ഉണ്ടോ എന്നുള്ളതാണ്. ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. നമ്മൾ ഓക്കെ ആണോ എന്നുള്ളത്. നമ്മളെ കുട്ടികളെ ഉപദേശിക്കും, പക്ഷെ ആ വിഷയത്തിൽ നമ്മൾ ഓക്കെ ആണോ എന്നുള്ളത്. എന്നിട്ട് അവരെന്ത് ചെയ്യും? എന്നിട്ട് മക്കളെ നന്നാക്കും. ഇതേപോലെ നമ്മൾ നമ്മുടെ കുട്ടികൾക്ക് നല്ല മാതൃകയാവേണ്ടതുണ്ട്. നല്ല മാനസിക ആരോഗ്യത്തോട് കൂടിയിട്ട് വളർത്താൻ സാധിക്കേണ്ടതുണ്ട്. നമ്മളൊന്ന് ഡൗൺ ആയി കിടന്നാലോ, മാനസികമായിട്ടുള്ള ആരോഗ്യം നഷ്ടപ്പെട്ടാലോ നല്ലൊരു തലമുറയെ നമുക്ക് വളർത്തിയെടുക്കാൻ സാധിക്കൂല. ശരിക്കും ഞാൻ പലപ്പോഴും പലരോടും ചോദിക്കാറുണ്ട്, ശരിക്കും നമ്മളൊക്കെ ഉമ്മയാവാൻ പഠിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ ബാപ്പയാവാൻ പഠിച്ചിട്ടുണ്ടോ? നമ്മളൊക്കെ അങ്ങനെ കൊണ്ട് ആയിപ്പോയി അല്ലെ? എന്തായാലും ഒന്ന് ആലോചിച്ച് നോക്കൂ, ഏതൊരു പൊസിഷനിൽ നമ്മൾ എത്തുകയാണെങ്കിൽ, ഒരു ടീച്ചർ ആവണമെന്നുണ്ടെങ്കിൽ, ഒരു എഞ്ചിനീയർ ആവണമെന്നുണ്ടെങ്കിൽ, ഒരു ഡോക്ടർ ആവണമെന്നുണ്ടെങ്കിൽ അതിന്റെ കോഴ്സ് കഴിയുന്നുണ്ട്, അതിന്റെ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞിട്ടാണ് ആ ഒരു പൊസിഷനിൽ എത്തുന്നത്. എന്നാൽ ഒരു മനുഷ്യകുലത്തെ മടിയിലിട്ട് മനസ്സിലിട്ട് നമ്മുടെ ജീവിതത്തിന്റെ എല്ലാവിധ വസന്തകാലങ്ങളും നൽകി നമ്മളിങ്ങനെ പൊറ്റി വളർത്തി കൊടുക്കുകയാണ്. ആ ഒരു സമയത്ത് ഈ പറഞ്ഞ പൊസിഷനേക്കാളൊക്കെ ഏറ്റവും മുന്തിയ പൊസിഷനാണ് ഒരു തലമുറയെ നമ്മൾ വളർത്തിയെടുക്കുക എന്നുള്ളത്. ഏറ്റവും നല്ല രീതിയിൽ, നല്ല പവറോട് കൂടിയിട്ട്, നല്ല ഈ ലോകത്തും പരലോകത്തും ഉപകാരപ്പെടുന്ന രീതിയിൽ വളർത്തിയെടുക്കുക എന്നുള്ളത്. അപ്പോൾ ആ ഒരു പൊസിഷനിലേക്ക് നമുക്ക് എത്തണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഉമ്മ, ഇസ്ലാമിലെ ഉമ്മയാര് എന്നുള്ളതിനെ കുറിച്ച് വ്യക്തമായ ബോധ്യം നമുക്ക് ഉണ്ടാവുക. അപ്പൊ നമ്മുടെ കുടുംബം വളരെ സന്തോഷത്തോടു കൂടിയിട്ട് നമുക്ക് കൊണ്ടുപോകാൻ സാധിക്കേണ്ടതുണ്ട്. നല്ല മുഖപ്രസന്നതയോടുകൂടി, അല്ലെ? മുഖപ്രസന്നത പോലും ഇസ്ലാമിൽ പുണ്യമുള്ള കാര്യമാണ്. നമ്മളെ പുഞ്ചിരി പോലും സ്വതക്കയാണ്. നമ്മളെ വീട്ടിൽ ഒരാൾ ഇങ്ങനെ മുഖം വീർപ്പിച്ച് നിന്നിട്ടുണ്ടെങ്കിൽ നമ്മളോട് ആരെങ്കിലും അടുക്കുവോ? ഇല്ല അല്ലെ? മുഖം വീർപ്പിച്ച് നിന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് ഓപ്പൺ ആയിട്ട് സംസാരിക്കാൻ പോലും പേടിയായിരിക്കും. ഇങ്ങനൊരു അവസ്ഥ നമ്മൾ ഉണ്ടാക്കി കൊടുക്കരുത്. എല്ലാവരോടും നല്ല രീതിയിൽ, കയറി വരുന്നവരോട് നമുക്ക് നല്ല രീതിയിൽ എങ്ങനെയൊക്കെ സന്തോഷം കൊടുക്കാൻ സാധിക്കും. ഞാനൊരു ഉമ്മയാണ്, ഞാൻ ഇരിക്കുന്ന ഏതൊരു പൊസിഷൻ ആണെങ്കിൽ, ഞാൻ ഒരു ഭാര്യയാണെങ്കിലും, ഞാൻ മാതാവാണെങ്കിലും, പിതാവായാലും, അല്ലെ അമ്മായിയോ, അല്ലെങ്കിൽ ഏത് പൊസിഷൻ, കാരണം കുടുംബത്തിൽ നമ്മൾ ഇഷ്ടംപോലെ സ്ഥാനങ്ങൾ വഹിക്കുന്നുണ്ട്. ഇത് വളരെ ഭംഗിയായിട്ട് അലങ്കരിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്, സന്തോഷം കൊടുക്കാൻ സാധിക്കേണ്ടതുണ്ട്. അപ്പോൾ മുഖപ്രസന്നതയാൽ ഇതൊക്കെ ശരിക്കും ബന്ധങ്ങൾ ചേർത്ത് പിടിക്കുന്നതിൽ ഒന്നാണ്. മറ്റൊന്ന് കിബർ ഉണ്ടാവാൻ പാടില്ല. ബന്ധം ചേർത്ത് പിടിക്കുന്ന വിഷയത്തിൽ, അല്ലെങ്കിൽ കുടുംബത്തിൽ ഇരിക്കുന്ന ഏതൊരു വിഷയത്തിലായാലും ഏതൊരു ഘട്ടങ്ങളിലായാലും ഒരിക്കലും കിബർ ഉണ്ടാവാൻ പാടില്ല. കിബർ എന്ന് പറഞ്ഞാൽ അഹങ്കാരമാണ്. ഞാനൊരു വലിയോളാണ് എന്നുള്ള രീതിയിൽ ജനങ്ങളെ നിസ്സാരമാക്കുന്ന രീതിയിലുള്ള ഒരു പ്രവർത്തനം ഉണ്ടാവാൻ പാടില്ല. പലപ്പോഴും നമ്മളെ അറിവ് നമുക്ക് കിബറിന് കാരണമാവാൻ സാധിക്കും. അറിവില്ലാത്തവർ കാണുന്ന സമയത്ത് ആ ഒരു രീതിയിൽ അതൊരിക്കലും ഉണ്ടാവാൻ പാടില്ല. നമ്മുടെ ആരോഗ്യം, ഇന്ന് നമുക്ക് കഴിവുണ്ട്, പടച്ച റബ്ബിന്റെ തൗഫീഖ് കൊണ്ട് നമുക്ക് കഴിവുണ്ട്. അത് കഴിവില്ലാത്ത ആളുകൾ വീട്ടിലുണ്ടായിരിക്കുന്ന സമയത്ത് അവരുടെ മേൽ നമ്മൾ അഹങ്കാരം, നമ്മുടെ പവർ ഉണ്ടാവാൻ പാടില്ല. അതേപോലെ തന്നെ യുസർ ഉണ്ടാക്കി കൊടുക്കുക, എളുപ്പം ഉണ്ടാക്കി കൊടുക്കുക. നമ്മളൊരു കുടുംബനാഥയാണെന്നുണ്ടെങ്കിൽ ആളുകൾക്ക് എളുപ്പം, ഏതാണോ എളുപ്പ വഴി അത് ഉണ്ടാക്കി കൊടുക്കുക. ആരെയും ടൈറ്റായിട്ട് പിടിക്കുകയോ അല്ലെങ്കിൽ ആരുടെ സ്വാതന്ത്ര്യത്തിന് മേലെ നമ്മൾ ഇതാക്കുകയോ ചെയ്യാൻ അനാവശ്യമായിട്ടുള്ള എന്നാൽ ഇസ്ലാമികമായിട്ടുള്ള ചട്ടക്കൂടും കാര്യങ്ങളും ഒക്കെ ആ ഒരു തെർത്തീബോടുകൂടി കൊണ്ടുപോകാനുള്ള ആ ഒരു മനക്കെട്ടിയും ആ ഒരു പവറും നമുക്ക് ഉണ്ടാവുകയും ചെയ്യേണ്ടതുണ്ട്. അപ്പൊ നല്ല രീതിയിൽ സ്നേഹമായാലും സഹകരണമായാലും അങ്ങോട്ടും ഇങ്ങോട്ടും
കൊടുത്തും കൊണ്ടും നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്ത് പോകാനുള്ള എല്ലാവിധ തൗഫീക്കിനും വേണ്ടി നമ്മൾ അള്ളാഹുവിനോട് ദുആ ചെയ്യേണ്ടതുണ്ട്. ആ ഒരു രീതിയിൽ നമ്മൾ പോവുകയും ചെയ്യേണ്ടതുണ്ട്. ശരിക്കും ജീവിതം എന്ന് പറയുന്നത് വളരെ നശ്വരമാണ്, വളരെ നശ്വരമാണ്. നമുക്ക് അപ്പോ ആ ഒരു രീതിയിൽ ഇപ്പൊ എന്നോട് കുറെ മുന്നോള് പറഞ്ഞത് ഇന്നും മനസ്സിൽ വെച്ചിട്ട് ഇങ്ങനെ അതിങ്ങനെ പിന്നെ അതിന്റെ പക പോക്കുന്ന ഒരു സിസ്റ്റം നമുക്ക് ഉണ്ടാവാൻ പാടില്ല. നമുക്ക് വിട്ടുകൊടുക്കാൻ സാധിക്കേണ്ടതുണ്ട്. നമ്മൾ അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ നടത്തുന്നുണ്ട് അല്ലെ, അസ്തഗ്ഫിറുല്ലാഹ് പറയുന്നുണ്ട്. ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, നമ്മൾ എന്ന് പറയുന്നത് ഇങ്ങനെ തെറ്റുകൾ ചെയ്യുകയും അള്ളാഹുവിനോട് ഇങ്ങനെ പടച്ച റബ്ബേ നമ്മൾ ചെയ്തിട്ടുള്ള തെറ്റുകൾ നീ പുറത്തു തരണേ എന്ന് ഇസ്തിഗ്ഫാർ നടത്തുകയും ചെയ്യുന്ന ആളുകളാണ്. നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട് പടച്ച റബ്ബ് നമുക്ക് പുറത്തു തരാൻ. ഇതേപോലെ തന്നെ സഹജീവികളോട്, കുടുംബക്കാരോട് അന്ന് പറഞ്ഞ വാക്ക് ഇന്നും മനസ്സിലിട്ടിട്ട് അതിന്റെ പക പോക്കുന്ന രീതിയിലാവരുത് നമ്മുടെ നടത്തം. അത് വിട്ടുകൊടുക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. നമ്മളിങ്ങനെ വിശുദ്ധ ഖുർആനും ഹദീസും പഠിക്കുന്നതോടുകൂടി മനസ്സ് വിശാലമാകുക. കാരണം ഇന്ന് കണ്ട ആൾക്കാർ ചിലപ്പോൾ നമ്മൾ നാളെ കാണണം എന്നില്ല. വളരെ ശുദ്ധമായിട്ട് വളരെ ശുദ്ധമായ മാനസിക ശുദ്ധിയോട് കൂടിയിട്ട് ഖബറിൽ ബർസഖി ജീവിതവും അതിനു ശേഷമുള്ള പരലോക ജീവിതവും നയിക്കാനുള്ള തൗഫീഖിന് വേണ്ടിയിട്ട് നമ്മൾ ദുആ ചെയ്യേണ്ടതുണ്ട്. അതിനാദ്യം നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ട്? അള്ളാഹ് നോക്കുന്ന ഈ ഒരു കൽബ് നന്നാക്കേണ്ടതുണ്ട്. ശരിക്കും ദുനിയാവ് എന്ന് പറയുന്നത് വളരെ ചെറുതാണ്. ഒരു വരികളിൽ നമുക്ക് കാണാൻ സാധിക്കും, 10 ജന്മമാസ്വദിക്കിലും തീരുകില്ലി മർത്യനു മണ്ണോട് സ്നേഹം, സത്യധർമ്മപാത വെടിഞ്ഞും ഭോഗാസക്തി പൂണ്ടിടുന്നു ദേഹം. നശ്വരമാമീ ദുനിയാവിൽ നാം ഒരാൾക്കും വിശ്രമിക്കാനില്ല നേരം. മൃത്യുവിൻ്റെ വായിലെത്തുവാൻ മുന്നിൽ അത്രയൊന്നുമില്ല ദൂരം. അപ്പോ ഒരു ഗ്യാരണ്ടിയും ഇല്ലാത്തൊരു ജീവിതമാണ് നമ്മുടേത്. നമ്മളൊരു സാധനം വാങ്ങിയിട്ടുണ്ടെങ്കിൽ നമുക്കത് ഇത്ര ഗ്യാരണ്ടി പറയാൻ പറ്റും. എന്നാൽ അടുത്ത സെക്കൻഡിൽ നമ്മൾ ഉണ്ടാവുമോ, നമ്മൾ ഇട്ടിട്ടുള്ള ഈ ഒരു ഡ്രസ്സ് നമ്മൾ തന്നെയാണോ കഴിക്കുക എന്നുള്ളതിനെ കുറിച്ച് പോലും ഒരു ഗ്യാരണ്ടിയും ഇല്ലാത്ത ആളുകളാണ് നമ്മൾ. അപ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും വിട്ടുകൊടുക്കാനും ചേർത്ത് പിടിക്കാനും സാധിക്കും. നമ്മൾ ഒരിക്കലും ഒരു കത്രിക ആവരുത്. നീ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അത് ചേർത്തെടുക്കുന്ന നൂലാവാൻ ശ്രദ്ധിക്കുക. ഒരു കുടുംബത്തിലേക്ക് ഒരാൾക്കാരെ ആകർഷിക്കപ്പെടണം എന്നുണ്ടെങ്കിൽ നമ്മളിരിക്കുന്ന വീട് നന്നായേ തീരുള്ളൂ, നമ്മളുടെ പെരുമാറ്റം നന്നായേ തീരുള്ളൂ. നേരത്തെ പറഞ്ഞതുപോലെ സമാധാനം ഉണ്ടാകണം എന്നുണ്ടെങ്കിൽ പടച്ച റബ്ബ് ആഗ്രഹിക്കുന്ന രീതിയിൽ അള്ളാഹുവിന്റെ തോഴത്തോട് കൂടിയിട്ട്, അള്ളാഹ് എന്നുള്ളൊരു ബോധത്തോട് കൂടിയിട്ട് നമുക്ക് ജീവിക്കാൻ സാധിക്കേണ്ടതുണ്ട്. എനിക്ക് തന്നിട്ടുള്ള മക്കള്, എനിക്ക് തന്നിട്ടുള്ള ഇണകള്, എനിക്ക് തന്നിട്ടുള്ള കുടുംബം, മാതാപിതാക്കൾ എന്ന് പറയുന്നത് നാളെ സ്വർഗത്തിലേക്ക് കൂടിയുള്ളതാണ് എന്നുള്ള വ്യക്തമായ ബോധ്യത്തോട് കൂടിയിട്ട്. ശരിക്കും പെൺജന്മം എന്ന് പറയുന്നത് അള്ളാഹു തആല അങ്ങേയറ്റം അനുഗ്രഹീതമായിട്ടൊരു ജന്മമാണ്. ഒരാൾക്ക് 1, 2, 3 പെൺകുട്ടികൾ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്താ ശരിക്കും അള്ളാഹു ഓഫർ ചെയ്തിട്ടുള്ളത്? വജബത്ത് ലഹു അൽ ജന്ന. നമ്മൾ ആ കുട്ടീനെ, നമുക്ക് പെൺകുട്ടി ഉണ്ടാവുകയും ആ പെൺകുട്ടിയെ നല്ല രീതിയിൽ തർബിയത്ത് നടത്തുകയും വിവാഹം കഴിപ്പിക്കുകയും ചെയ്യുന്ന ഒരു സ്റ്റെപ്പ് എത്തിയാൽ മതി. എന്താ കിട്ടാൻ പോകുന്നത്? പടച്ച റബ്ബ് തരാൻ പോകുന്നത് അള്ളാഹു സ്വർഗമാണ്. അതേപോലെ തന്നെ ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും, സിത്റൻ മിനന്നാർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നരകത്തിൽ നിന്നൊരു മറയാണ് നമ്മളെ കുട്ടികൾ എന്നുള്ളത്. അപ്പൊ ഈ ഒരു രീതിയിൽ നമുക്ക് ഈ ഒരു ജന്മം, പെൺജന്മം എന്ന് പറയുന്നത് ആ ഒരു രീതിയിൽ ആസ്വദിക്കാനും, ആ ഒരു രീതിയിൽ ഞാനൊരു ആളുടെ മകളാണെങ്കിൽ, എനിക്കൊരു കുട്ടികളുണ്ടെങ്കിൽ അതൊരു മധുരമുള്ള ഒരു പദമാണ്. എന്റെ മോളാണ്, അല്ലെങ്കിൽ ഞാൻ ഇന്ന ആളെ മോളാണെന്ന് പറയുന്നത് അതൊരു മാധുര്യവും അതുപോലെ തന്നെ ഒരു അഭിമാനവുമുള്ള ഒരു കാര്യം
കാര്യമാണ്. അപ്പോ ആ ഒരു രീതിയിൽ നമുക്ക് പോകാൻ സാധിക്കേണ്ടതുണ്ട്. ദുനിയാവിലെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ദുനിയാവിലെ ഏറ്റവും മുന്തിയ വിഭവം എന്ന് പറയുന്നത് മർഅത്തു സ്വാലിഹയാണ്. ഖൈറു മതാഇ ദുനിയ അൽ മർഅത്തു സ്വാലിഹ. ദുനിയാവ് എന്ന് പറഞ്ഞ ഇഷ്ടംപോലെ വിഭവം നിറഞ്ഞതാണ്. നമുക്ക് കിട്ടുന്ന ഫുഡ് ഐറ്റംസ് ആയിക്കോട്ടെ, നമുക്ക് കിട്ടുന്ന വാഹനമായിക്കോട്ടെ, വീടായിക്കോട്ടെ, സുഖ സൗകര്യങ്ങളായിക്കോട്ടെ, അതിനോടൊക്കെ ഉള്ള ഒരു ഇഷ്ടം നമ്മുടെയൊക്കെ ഹൃദയത്തിലുണ്ട്. എന്നാൽ ഏറ്റവും മുന്തിയ വിഭവം എന്ന് പറയുന്നത് സ്വാലിഹത്തായ ഒരു പെണ്ണാണ്. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹുസ്നു ഈമാനിഹ, നല്ല ക്വാളിറ്റിയുള്ള ഈമാൻ ഉള്ളവളാവുക. സുൽഹു ഹാലിഹ വ ഖുൽഖിഹ, ആ ഈമാനിന്റെ റിസൾട്ട് എന്നോണം അവളുടെ ജീവിതത്തിൽ അവളുടെ ഹാല്, അവളുടെ അവസ്ഥ അവൾക്ക് നന്നാക്കാൻ സാധിക്കും. അതേപോലെ തന്നെ സ്വഭാവം, തുലാസിൽ അങ്ങേയറ്റം കനം തൂങ്ങുന്ന ഒന്നാണ് സൽ സ്വഭാവം എന്ന് പറയുന്നത്. അപ്പോ പരദൂഷണമില്ലാത്ത, ഏഷണിയില്ലാത്ത, കളവ് പറയാത്ത, സത്യസന്ധമായിട്ടുള്ള അതുകൊണ്ട് തന്നെ ഒരുപാട് പൂരകങ്ങൾ അതിലുള്ളതുകൊണ്ട് അത് തുലാസിൽ കനം തൂങ്ങുന്ന ഒന്നാണ്. അപ്പോ അവസ്ഥ നന്നാവുകയും അതേപോലെ തന്നെ ഹുൽക്ക്, സ്വഭാവം നന്നാവുകയും ചെയ്യുക. ഇസ്തിഖാമത്ത് ബിദീനിഹ, ദീനിൽ അടിയുറച്ചു നിൽക്കുക. ഏതൊരു ടീമിന്റെ കൂടെ പോവുകയാണെങ്കിലും അവനവന്റെ ആദർശം വിട്ടുകൊണ്ടുള്ള ഒരു കളിയിൽ നമ്മൾ ഇടാതിരിക്കുക, കളിയിൽ ഏർപ്പെടാതിരിക്കുക. മറ്റൊന്ന് തുഹാഫിളു അലാ ബൈതിഹ വ അത്ഫാലിഹ വ നഫ്സിഹ ബിമാ യറല്ലാഹു സുബ്ഹാനഹു വ തആല. അല്ലാഹ് ഇഷ്ടപ്പെട്ട രീതിയിൽ സ്വന്തം വീടിനെ, മക്കളെ സംരക്ഷിക്കാൻ നമുക്ക് സാധിക്കുക. ഇങ്ങനെ തുടങ്ങിയിട്ട് ഒരുപാട് മർഅത്ത് സ്വാലിഹയുടെ വിവരണങ്ങൾ, വിശേഷണങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. സ്വഹാബി വനിതകളുടെ ചരിത്രം ഖുർആൻ പേരെടുത്ത് ഉപമ പറഞ്ഞിട്ടുള്ള അതാണ് ആസിയ റളിയല്ലാഹു അൻഹ. ആസിയ ബീവിയുടെ ചരിത്രം നമുക്കറിയാം. ഫിർഔന്റെ അങ്ങേയറ്റം മർദ്ദനങ്ങൾ സഹിക്കുന്ന സമയത്ത് പോലും അവര് പറഞ്ഞിട്ടുണ്ട്, റബ്ബിബ്നി ലി ഇൻദക ബൈതൻ ഫിൽ ജന്ന, അള്ളാഹുവേ സ്വർഗത്തിൽ നീ എനിക്ക് മണിമാളിക പണിതു തരണേ എന്നുള്ളത്. ഇത് നമ്മൾ കൂടെ നമ്മുടെ മനസ്സിലെ ലക്ഷ്യമാക്കി വെക്കേണ്ട ഒന്നാണ്. നല്ല ഈമാനോടുകൂടി ജീവിക്കുകയും അതനുസരിച്ച് ഈ വീട്ടിലുള്ളതുപോലെയല്ല, നാളെ പടച്ച റബ്ബ് സ്വർഗത്തിൽ നല്ല ഉന്നത മണിമാളിക അള്ളാഹു നമുക്ക് ഏവർക്കും തരണം എന്നുള്ള, അല്ലെങ്കിൽ അവിടെ സുഖസൗകര്യത്തോടു കൂടി കുടുംബസമേതം ജീവിക്കാൻ സാധിക്കുക എന്നുള്ളത്. അതിനെന്ത് ചെയ്യേണ്ടതുണ്ട്? നമ്മുടെ ഈമാൻ ബലപ്പെടുത്തുക. ഇപ്പോ ഒരു യുദ്ധം ഇങ്ങനെ കൊടുമ്പിരി കൊള്ളുന്ന സമയത്ത് ഒരു സ്വഹാബി വനിത ഇങ്ങനെ വരുന്നുണ്ട്, ഒരു ചെറിയ പൈതലിനെ കൊണ്ട്. ആ ചെറിയ പൈതലിനെ വന്ന് കൊണ്ടുവന്നിട്ട് പ്രവാചകനോട് പറഞ്ഞു, നിങ്ങൾ ഇതിനെ യുദ്ധത്തിലേക്ക് എടുക്കണം. അപ്പൊ പ്രവാചകൻ ചോദിച്ചു, ഞാൻ എങ്ങനെ ഇതിനെ യുദ്ധത്തിലേക്ക് എടുക്കുക? അപ്പൊ പറഞ്ഞു, താങ്കളുടെ മേൽ വരുന്ന ഓരോ അമ്പും വില്ലുണ്ടല്ലോ, ഇതിനെ പരിചയമാക്കിയിട്ട്, അത് തടയാനുള്ള പരിചയമാക്കിയിട്ട് ഇതിനെ എടുക്കണം. നമുക്കറിയാം, നമ്മളെ കുട്ടികൾ എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ എത്രത്തോളം നമ്മളുടെ കരളിന്റെ കഷ്ണങ്ങളാണ്. അപ്പൊ ആ കുട്ടികളെ പോലും ദീനിലേക്ക് ഇങ്ങനെ ഒഴുക്കി വിടുന്ന ഒരു അവസ്ഥ, അവരുടെയൊക്കെ ആ ഒരു ഈമാനിന്റെ ഒരു പവർ ഉണ്ടല്ലോ, ആ ഒരു ഉറപ്പുണ്ടല്ലോ, അത് നമ്മൾ ചരിത്രം പഠിക്കാൻ അതാണ്. അത് പഠിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തിലേക്ക്, അത് നമ്മുടെ കഴിവിന്റെ മാക്സിമം നമ്മൾ അള്ളാഹുമായിട്ട് അടുത്തുകൊണ്ട് ആ ഒരു രീതിയിൽ ജീവിക്കാനുള്ള എല്ലാവിധ തൗഫീക്കിനും വേണ്ടി പടച്ച റബ്ബിനോട് ദുആ ചെയ്യുക. അള്ളാഹുമായിട്ടുള്ള ബന്ധം നന്നാക്കിയെടുക്കുക. ഏറ്റവും നന്നായിട്ട് സമാധാനമുള്ള കുടുംബത്തിന് വേണ്ടിയിട്ട് നമുക്ക് ഉണ്ടായിരിക്കണം ഒന്നാണ് കൈഫയസ്ലു മഅ അല്ലാഹ്, അള്ളാഹുമായിട്ടുള്ള ബന്ധം നമ്മൾ എങ്ങനെ നന്നാക്കിയെടുക്കുക. മഹബ്ബത്ത് മഅ അല്ലാഹ്, അള്ളാഹ് എന്ന് കേൾക്കുമ്പോൾ മനസ്സിലൊരു സ്നേഹം ഉണ്ടാവേണ്ടതുണ്ട്. മുനാജാത്ത് മഅ അല്ലാഹ്, 24 മണിക്കൂർ പടച്ചോൻ തരുമ്പോൾ പടച്ച റബ്ബുമായിട്ടുള്ള ഒരു മുനാജാത്തിന്, രഹസ്യ സംഭാഷണത്തിന് നമ്മൾ സമയം കണ്ടെത്തുക. ഇത് നമ്മളെ മനസ്സിനെ വല്ലാതെ ഒരു ഉറപ്പിലേക്ക് കൊണ്ടുവരും. അതേപോലെ സ്വലാത്തുൻ മഅ സ്വബ്ർ, സ്വബ്റോട് കൂടിയിട്ട് നിസ്കരിക്കുക, ക്ഷമയോട് കൂടിയിട്ട് നിസ്കരിക്കുക. ഇതെങ്ങനെയെങ്കിലും നിസ്കരിച്ച് തീർക്കണം എന്നല്ല, അവസാനം വരെ ദുആ വരെ നമുക്ക് സ്വബ്റോട് കൂടിയിട്ട് അത് അനുഭവിച്ച് ഓരോ റുക്കുവും സുജൂദും പോകുന്ന സമയത്ത് അള്ളാഹ് എന്റെ പാപം ഇങ്ങനെ പുറത്തു തരാണല്ലോ എന്നിങ്ങനെ മനസ്സിൽ ഇങ്ങനെ ആഗ്രഹിച്ചുകൊണ്ട്, തേടിക്കൊണ്ട്, അതൊരു ആസ്വദിച്ചുകൊണ്ട് ജീവിക്കാൻ, നമസ്കാരം നിസ്കരിക്കാൻ സാധിക്കുക. നമ്മള് ഒരു ഭരണാധികാരിന്റെ മുന്നിലോ ഒരു പഞ്ചായത്ത് പ്രസിഡന്റിന്റെ മുന്നിലോ ഒരു പ്രധാനമന്ത്രിന്റെ മുന്നിലോ നിൽക്കുകയാണെങ്കിൽ നമ്മൾ അതിനുള്ള വേർഡ്സ് ഒക്കെ പ്രിപ്പയർ ചെയ്ത് പോകും, അല്ലെ? നമ്മുടെ ബോഡി ലാംഗ്വേജ് പോലും നല്ല രീതിക്കായിരിക്കും നിൽക്കുക. എന്നാൽ നമസ്കാരത്തില് ഈ പ്രപഞ്ചനാഥന്റെ മുന്നിലാണ് നമ്മൾ നിൽക്കുന്നത് എന്നുള്ള വ്യക്തമായ ബോധ്യത്തോടു കൂടിയിട്ട് എനിക്ക് എന്തും തരാൻ കഴിവുള്ളവനാണ് അള്ളാഹ്. അള്ളാഹിന്റെ ആ ഒരു അളുമത്ത് മനസ്സിൽ കണ്ടുകൊണ്ട് റബ്ബിനോട് സ്വലാത്ത് ചെയ്തുകൊണ്ട് നിസ്കരിച്ചുകൊണ്ട് നമുക്ക് അള്ളാഹുമായിട്ടുള്ള ബന്ധം ഉണ്ടാക്കേണ്ടതുണ്ട്. മറ്റൊന്ന് അൽ ഹുബ്ബു ബി ഖിറാഅത്തിൽ, അള്ളാഹിന്റെ വിശുദ്ധ ഖുർആനുമായിട്ടുള്ള ഒരു ബന്ധം, ഈ ഒരു ഇഷ്ടം ഉണ്ടാവേണ്ടതുണ്ട്. ഈ ഒരു ഇഷ്ടം ഉണ്ടാവുകയും അത് ഹൃദയത്തിൽ ഇങ്ങനെ അത് ഇറങ്ങുകയും അത് ജീവിതത്തിൽ അപ്ലൈ ചെയ്യുകയും ചെയ്യുക. അതേപോലെ അള്ളാഹുവിനോട് ദുആ ചെയ്യും. നമുക്ക് ഒരുപാട് വേദാദികൾ ഉണ്ടാകാം, ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകാം, പ്രയാസങ്ങൾ ഉണ്ടാകാം, ആഗ്രഹങ്ങൾ ഉണ്ടാകാം. ഇതൊക്കെ ഒരു മറയുമില്ലാതെ അള്ളാഹുവിന്റെ മുന്നിൽ ഇങ്ങനെ പ്രാർത്ഥിച്ചു കൊണ്ട് കിട്ടുന്ന ഒരു സമാധാനം ഉണ്ട്. ഞങ്ങളൊരു സ്ഥലത്ത് പോയ സമയത്ത്, ഒരു ചാരിറ്റി വർക്കുമായി പോയ സമയത്ത്, അവിടുത്തെ കാക്കക്ക് സുഖമില്ല. അപ്പൊ അവിടുത്തെ താത്ത ഇങ്ങനെ അടുക്കളയെ നോക്കിയ സമയത്ത് അവിടെ ഫുഡ് ഐറ്റംസ് ആയിട്ട് ഒന്നും കാണുന്നില്ല. അപ്പൊ ചോദിച്ചു, അവിടുത്തെ താത്തനോട് ചോദിച്ചു, ഇന്നത്തെ ഉച്ചക്കേക്കുള്ള ഫുഡ് എന്താണെന്ന് ചോദിച്ചു. ആ സമയത്ത് അവര് പറഞ്ഞൊരു മറുപടി ഉണ്ട്. നമ്മള് നമസ്കാരത്തിന്റെ ഇടയിലെ ഇരുത്തത്തിൽ ചൊല്ലാറുള്ള പ്രാർത്ഥനയുണ്ട്, അല്ലാഹുമ്മ ഗ്ഫിർലി വർഹംനി വജ്ബുർനി വഹ്ദിനി വർസുഖ്നി. ആ പ്രാർത്ഥനയില് അപ്പൊ അവര് പറയാണ്, ഞാൻ അതില് വർസുഖ്നി ഒന്ന് അമർത്തി ചൊല്ലിക്കണെന്ന് പറഞ്ഞു.
അള്ള തരും എന്നുള്ളൊരു കോൺഫിഡന്റ് ആണ്. ഇന്ന് എന്താണ് ഉച്ചക്കത്തെ ഫുഡ് എന്ന് ചോദിച്ച സമയത്ത് അവർ പറഞ്ഞൊരു മറുപടിയാണ്, ഇന്ന് ഞാൻ വർസുക്കിനി ഒന്ന് അമർത്തി ചൊല്ലിയിട്ടുണ്ട് എന്നുള്ളത്. അള്ളാഹു തരും എന്നുള്ളൊരു പ്രാർത്ഥന, പടച്ചറബിലൊരു പ്രതീക്ഷ. അപ്പൊ നമ്മൾ നമ്മുടെ കഴിവിന്റെ മാക്സിമം നോക്കുക, നമ്മൾ നന്നാവുക. അതോടൊപ്പം തന്നെ നമ്മുടെ കുടുംബത്തെ ആ ഒരു രീതിയിൽ എന്താണോ നമ്മളിങ്ങനെ അതിലേക്ക് ഇറങ്ങി ചെന്നിട്ടുണ്ടെങ്കിൽ പടച്ചറബ് നമുക്ക് വഴികൾ കാണിച്ചു തരും. അള്ളാഹു ഒരിക്കലും നമ്മളെ ലോക്കാക്കൂല, ഒരിക്കലും ലോക്കാക്കൂല. പടച്ചറബ് എന്നല്ലെങ്കിൽ വേറൊരു വഴി അള്ളാഹു കാണിച്ചു തരും. അതുകൊണ്ട് ആ ഒരു രീതിയിൽ ഹൗഫും ഹുസ്നും ഇല്ലാതെ കഴിഞ്ഞു പോയത് ആലോചിച്ച് ഇങ്ങനെ വെറുതെ കരഞ്ഞുകൊണ്ടിരിക്കുക, വെറുതെ വിഷമിച്ചുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ വരാൻ പോകുന്നതിനെ കുറിച്ച് ആലോചിച്ചിട്ട് എൻ്റെ കുട്ടികളെ ഭാവി എന്താകും, എൻ്റെ കുട്ടികളെ കല്യാണം എന്താകും, അല്ലെങ്കിൽ എന്തായിരിക്കും എൻ്റെ ഭാവി എന്ന് ആലോചിച്ചിട്ട് വെറുതെ ഹൗഫ്, ഇത് വിശ്വാസികൾക്ക് വേണ്ടതേ ഇല്ല. ആ ഒരു അമ്മി നമുക്ക് കിട്ടേണ്ടതുണ്ട്. നിർഭയത്വത്തോട് കൂടിയിട്ട് എന്ത് വന്നാലും അള്ള ഉള്ളതുകൊണ്ടാണ് ഞാൻ ജീവിക്കുന്നത്, അല്ലെ? നമ്മൾ പലപ്പോഴും പറയും എൻ്റെ മോനുള്ളതുകൊണ്ടാണ് ഞാൻ ജീവിക്കണേ, അല്ലെങ്കിൽ ഞാൻ ഉള്ളതുകൊണ്ടാണ് ഓള് ജീവിക്കണേ. ഇതല്ല, അള്ള ഉള്ളതുകൊണ്ടാണ്. ആര് പോയാലും നമ്മൾ ജീവിക്കേണ്ടി വരും. പടച്ച റബ്ബുള്ളത് കൊണ്ടാണ് എൻ്റെ ജീവിതം പോകുന്നത്. അതിൽ ആ ഒരു വിശ്വാസത്തിൽ ഉറച്ചുകൊണ്ട് ജീവിതം നയിക്കാൻ നമ്മൾ ശ്രമിക്കുക. അള്ളാഹു അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സ്വർഗം എന്ന് പറയുന്നത് അതാണ് വിശ്വാസികൾ എന്നുള്ള നിലയിൽ നമ്മൾക്ക് എല്ലാവർക്കും ലക്ഷ്യം വെക്കാനുള്ള നമ്മുടെ ഒരേ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് സ്വർഗമാണ്. ഇവിടെ ഇരിക്കുന്ന ജീവിത സാഹചര്യങ്ങളൊക്കെ വ്യത്യസ്തമാണ്, നമ്മുടെ ലക്ഷ്യങ്ങൾ വ്യത്യസ്തമാണ്. എന്നാൽ വിശ്വാസികൾ എന്നുള്ള നിലയിൽ സ്വർഗം നേടുക എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ ലക്ഷ്യം എന്ന് പറയുന്നത്. അതിലൊരു ബൈ ചാൻസിൽ എനിക്ക് സ്വർഗം കിട്ടുക, അല്ലെങ്കിൽ കിട്ടിയാൽ കിട്ടി എന്നുള്ളൊരു മനോഗതിയല്ല സ്വർഗത്തെ കുറിച്ച് നമുക്ക് ഉണ്ടാവേണ്ടത്. എനിക്ക് സ്വർഗം കിട്ടണം എന്നുള്ള കണിശമായ താല്പര്യവും ആഗ്രഹവും ഉണ്ടാവേണ്ടതുണ്ട്. അപ്പൊ അതിനനുസരിച്ചുള്ള പ്രവർത്തനങ്ങളും നടത്താനുള്ള തൗഫീഖ് പടച്ചോൻ തരും. ഇൻഷാ അല്ലാഹ് സ്വർഗത്തെക്കുറിച്ച് 2-3 വരികൾ കൂടി പാടിയതിനു ശേഷം നമുക്ക് അവസാനിപ്പിക്കാം. ഒരു കണ്ണും കാണാത്തതും നമ്മൾ എത്ര ഭംഗി ഉണ്ടാവും എന്ന് വിചാരിച്ചാല് അതിനേക്കാളൊക്കെ എത്രയോ സുന്ദരമായിട്ടാണ് പടച്ച റബ്ബ് സ്വർഗം ഒരുക്കി വെച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഇത്രയും ജീവിച്ചതിൽ ഇനി എത്ര ഉണ്ട് നമുക്ക് ബാക്കി ശിഷ്ടകാലം എന്നറിയില്ല. ഇനിയുള്ള കാലം നമ്മൾ ചെയ്തിട്ടുള്ളതിൽ അള്ളാഹു ഞാൻ ഒരുപാട് തെറ്റ് ചെയ്തല്ലോ എന്ന് വിചാരിച്ചിട്ട് കരയേണ്ടവരോ അല്ലെങ്കിൽ വിഷമിച്ചിരിക്കേണ്ടവരല്ല. നമ്മൾ കരഞ്ഞുകൊണ്ട് റബ്ബിന്റെ മുന്നിൽ മുട്ടാനുള്ള ഡോർ അള്ളാഹ് തുറന്നിട്ടുണ്ട്, തൗബ. ആ തൗബ ചെയ്തുകൊണ്ട് മനസ്സ് വിശുദ്ധമാക്കിക്കൊണ്ട് അമല സ്വാലിഹാത്തുകൾ ചെയ്തുകൊണ്ട് മുന്നോട്ട് നീക്കുക. പടച്ച റബ്ബ് ഒരിക്കലും അവന്റെ ഓഫർ തെറ്റിക്കൂല. അള്ളാഹ് തരാന്ന് പറഞ്ഞ കാര്യം ഒരിക്കലും നമുക്ക് തരാതിരിക്കൂല. നമ്മുടെ മനസ്സിന്റെ നിഷ്കളങ്കതയോടുകൂടി മുന്നേറുക. അള്ളാഹുവിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സ്വർഗത്തിലുണ്ട് 2 പുണ്യസ്ഥലങ്ങൾ, സ്വർഗത്തിലുണ്ട് 2 പുണ്യസ്ഥാനങ്ങൾ, സൗന്ദര്യത്തിൻ പേമാരി ചൊരിയും വസീലത്ത്, സൗന്ദര്യത്തിൻ പൂങ്കാറ്റ് വീശും ഫളീലത്ത്. റബ്ബേ നീ ആർക്കോ നാളെ നൽകാൻ ഒരുക്കി വച്ചു, റബ്ബേ നീ ഏതോ പുണ്യവാളൻ ഒരുക്കി വച്ചു, റബ്ബേ നിൻ സ്നേഹം വാരി നൽകാൻ ഒരുക്കി വച്ചു, റബ്ബേ നിൻ പ്രേമം ഏറ്റുവാങ്ങാൻ ഒരുക്കി വെച്ചു, റബ്ബേ നീ നിന്റെ ഇഷ്ടദാസൻ ഒരുക്കി വെച്ചു, റബ്ബേ നീ നിന്റെ ഇഷ്ടതോഴൻ ഒരുക്കി വെച്ചു. ആതി മുഹമ്മദനിൽ വസീലത യാ റഹ്മാൻ, ആതി മുഹമ്മദനിൽ ഫളീലത യാ റഹ്മാൻ. സ്വർഗത്തിലുണ്ട് 2 പുണ്യസ്ഥലങ്ങൾ, സ്വർഗത്തിലുണ്ട് 2 പുണ്യസ്ഥാനങ്ങൾ, സൗന്ദര്യത്തിൻ പേമാരി ചൊരിയും വസീലത്ത്, സൗന്ദര്യത്തിൻ പൂങ്കാറ്റ് വീശും ഫളീലത്ത്. നാഥ, അറിഞ്ഞും അറിയാതെയും രഹസ്യമായും പരസ്യമായും ചെറുതും വലുതും കഴിഞ്ഞു പോയതുമായിട്ട് ഒരുപാട് തെറ്റുകൾ ചെയ്ത പാപികളാണ് തമ്പുരാനെ ഞങ്ങൾ. ഞങ്ങളെ തെറ്റുകളും കുറ്റങ്ങളും നാഥ നീ ഞങ്ങൾക്ക് വിട്ടുപുറത്തു മാപ്പാക്കി തന്നെ റഹ്മാനെ. ഞങ്ങളുടെ മാതാപിതാക്കൾ ഞങ്ങൾക്ക് വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ടവരാണ് നാഥ. അവരെയും ഞങ്ങളെയും നീ നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടണേ തമ്പുരാനെ. ഞങ്ങളുടെ മക്കളെ, ഞങ്ങളുടെ കുടുംബത്തെ ഈ ലോകത്തും പരലോകത്തും കൺകുളിർമയേകുന്നതാക്കണേ റഹ്മാനെ. എല്ലാവിധ ചീത്ത വിചാരങ്ങളിൽ നിന്നും ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും നീ കാത്തുരക്ഷിക്കണേ തമ്പുരാനെ.
رب ارحمهما كما ربيانا صغارا رب ارحمهما كما ربيانا صغارا رب ارحمهما كما ربيانا صغارا ربنا هب لنا من ازواجنا وذرياتنا قرة اعين واجعلنا للمتقين اماما ربنا اتنا في الدنيا حسنة وفي الاخرة حسنة وقنا عذاب النار ربنا تقبل منا انك انت السميع العليم امين 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 برحمتك يا ارحم الراحمين واخر دعوانا ان الحمد لله رب العالمين السلام عليكم ورحمة الله وبركاته.